ഈ മഹത്തായ മജ്‌ലിസിനെ അഭിസംബോധനം ചെയ്തുകൊണ്ട് ബഹുമാന്യരായ കൂറ്റമ്പാറ ഉസ്താദ് അവറുകൾ അഭിസംബോധനം ചെയ്യുന്നു. അതിനു മുമ്പായി ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മാസത്തിൽ സ്വലാത്ത് ചൊല്ലി നമ്മുടെ മജ്‌ലിസിലേക്ക് അതിയാ ചെയ്യുന്ന സല്ലൂഹൽ ഹബീബ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നു. ബഹുമാന്യരായ കൂറ്റമ്പാറ ഉസ്താദ് അവറുകൾ നമ്മുടെ സ്ഥാപനത്തിനെയും സൈദന തങ്ങൾ ഉസ്താദ് അവറുകളെയും അതിരിട്ട് സ്നേഹിക്കുന്ന കർണാടകയിലെ യുവ വ്യവസായി അബ്ദുൽ നാസർ അവറുകൾ അത് സ്വീകരിക്കുന്നു. ഇരുവരെയും ആദരവോടെ ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. കൂറ്റമ്പാറ ഉസ്താദ് അവറുകളെ വളരെ സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله مولانا العلي العظيم. يا صاحب البغداد كل ناصري يا مطلب الحاجات عبد القادر. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് വരുമ്പോൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ എന്തൊരു ആഗ്രഹമാണോ അത് അല്ലാഹു സാധിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മുടെ സ്റ്റേജിൽ ഇരിക്കുന്നത് ഏറ്റവും വലിയ സാദാത്യങ്ങളാണ്, ഏറ്റവും പ്രധാനികളായ ഉലമാക്കളാണ്, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃനിരയിലുള്ള ഉന്നതരായ ഉമറാക്കളാണ്. താജുൽ ഉലമ ഉപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സ്റ്റേജിലിരിക്കുന്നവരെക്കാൾ എത്രയോ അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ള ആളുകൾ സദസ്സിൽ ഇരിക്കുന്ന കൂട്ടത്തിലുണ്ട് എന്നത് ഉറപ്പാണ്. അങ്ങനെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖീങ്ങളും മുഹിബ്ബീങ്ങളുമായ മഹാന്മാരാണ് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട ബായാർ തങ്ങളുപ്പാപ്പ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവരുടെ ഈ പ്രത്യേകമായ മജ്‌ലിസിന്റെ ബറക്കത്ത് ഉദ്ദേശിച്ചാണ് ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാം ദൂരദിക്കുകളിൽ നിന്നെല്ലാം വന്നിട്ടുള്ളത്. ഞാനിന്ന് നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ട് വഴിയിൽ യാത്ര ചെയ്ത് വരുന്ന എല്ലാ സ്ഥലത്തും ഇങ്ങോട്ടേക്ക് വരുന്ന മുഹബ്ബീങ്ങളുടെ വാഹനങ്ങളാണ്. അല്ലാഹുവേ, ഈ മഹബ്ബത്തിന്റെ സഭ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്നതാക്കി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിശ്ചയിച്ചത് നാം എങ്ങനെ അല്ലാഹുവിനെ അറിയണം എന്ന് പഠിപ്പിക്കാനാണ്. നാം എങ്ങനെ അല്ലാഹുവിനെ അനുസരിക്കണം എന്ന് കാണിച്ചു തരാനാണ്. നാം എങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെടണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരാനാണ്. ഉടമസ്ഥനായ അല്ലാഹുവിന്റെയും അടിമകളായ നമ്മുടെയും ഇടക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്ന മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന മാതൃകാ പുരുഷൻ മുഹമ്മദ് മുസ്തഫ, അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം നബിതങ്ങളിൽ നിന്ന് നേരിട്ട് കണ്ട് പഠിച്ച മഹാന്മാർ,
അവരത്രേ സ്വഹാബാക്കൾ. സ്വഹാബാക്കളുടെ ശേഷം അവരെ കണ്ട് പഠിച്ച അവരെ ശിഷ്യഗണങ്ങൾ, അതാണ് താബിഈങ്ങൾ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അള്ളാഹുവിനെ എങ്ങനെ ഭയപ്പെടണം, എങ്ങനെ വഴിപ്പെടണം, എങ്ങനെ അനുസരിക്കണം, എങ്ങനെ നാം അള്ളാഹുവിനെ ബഹുമാനിക്കണം, ആദരിക്കണം, അള്ളാഹുവിനെ എങ്ങനെ അറിയണം, ഓരോ കാലഘട്ടത്തിലും അത് ഔലിയാക്കളിലൂടെ, ആരിഫീങ്ങളിലൂടെ, ആലിമീങ്ങളിലൂടെ അള്ളാഹു നിലനിർത്തി പോന്നിട്ടുണ്ട്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ജീലാനി തങ്ങളുടെ റബീഉൽ ആഖിർ നമ്മളോട് വിട പറയുന്നു. ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീറുൽ റിഫായി തങ്ങളുടെ ജമാഅത്തുൽ ഊല നമ്മളിലേക്ക് കടന്നു വരുന്നു. ഓരോ മാസവും നമ്മളിങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഓരോ കാലഘട്ടത്തിലും മാതൃക കാണിച്ച് ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളെ നമുക്ക് പരിചയപ്പെടാം, കുത്തുബീങ്ങളെ നമുക്ക് പരിചയപ്പെടാം, ഔസിങ്ങളെ നമുക്ക് പരിചയപ്പെടാം, റിജാലുൽ ഗൈബിനെ നമുക്ക് പരിചയപ്പെടാം, നുജബാ നുഖബാ തുടങ്ങിയവരെ നമുക്ക് പരിചയപ്പെടാം. ചരിത്രത്തിന്റെ താളുകളിലേക്ക് ഇറങ്ങിയാൽ ആത്മീയ ലോകത്തെ നിയന്ത്രിക്കുന്ന, നമ്മുടെ ഭൗതിക ലോകത്ത് നമ്മൾ പോലീസ്, അതിനു മുകളിൽ SI, അതിനു മുകളിൽ CI, അതിനു മുകളിൽ DYSP, അതിനു മുകളിൽ SP, അതിനു മുകളിൽ DIG, അതിനു മുകളിൽ IG, ഇങ്ങനെ അതിന്റെ ടോപ്പിലെത്തുമ്പോൾ അതിന്റെ മന്ത്രി, അത് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ അതിന് ക്യാബിനറ്റ് അംഗങ്ങൾ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി ഭൗതിക ലോകത്തെ നിയന്ത്രണത്തിന് നമ്മൾ ഇങ്ങനെ പദവികൾ വ്യത്യാസപ്പെട്ട് കാണുന്നത് പോലെ ഈ പ്രപഞ്ചത്തെ ഒട്ടാകെ നിയന്ത്രിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന ആത്മീയ ഗുരുക്കളുണ്ട്. ആ ആത്മീയ ഗുരുക്കളാണ് കുത്തുബീങ്ങൾ, ഗൗസിങ്ങൾ, അതേപോലെ തന്നെ അബ്ദാലിങ്ങൾ, നുജബാ, നുഖബാ എന്നിങ്ങനെ ഒട്ടേറെ പദവികൾ എത്തിയിരിക്കുന്ന മഹാന്മാർ. അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാനാണ് ഖുത്ബുൽ അഖ്താബ് അഷ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നോക്ക് നിങ്ങൾ, മുസ്ലിം ലോകത്ത് എവിടെ പോയി ആ മഹാനവറുകളുടെ പേര് പറഞ്ഞാലും മുസ്ലിമീങ്ങൾ സിന്ദാബാദ് എന്ന് അവരെ ആത്മീയ ഭാഷയിൽ പറയും. അതാണ് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ. പലപ്പോഴും നമ്മുടെ സാധാരണക്കാരായ ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങൾ ഏത് നാട്ടുകാരനാണ്, ആളുകൾ മനസ്സിലാക്കും മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങൾ മലപ്പുറത്തുകാരനാണോ, മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങൾ കോഴിക്കോട്ടുകാരനാണോ, മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങൾ മംഗലാപുരത്തുകാരനാണോ, അഥവാ അത്രയധികം നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്നത് പോലെയാണ് ഗൗസുൽ അഅ്ലമിനെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത്. എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, 900 വർഷങ്ങളെ പഴക്കമുണ്ട് മഹാനായ മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളും നമ്മളുമായിട്ട് പരിശോധിച്ചാൽ. ഹിജ്റ 470 ഗൗസുൽ അഅ്ലമിന്റെ ജനനം. അത് ഇറാനും ഇറാഖും അടങ്ങുന്ന അന്നത്തെ ഇറാഖിന്റെ തൊബരിസ്ഥാൻ എന്ന ജില്ലയിലെ ജീലാൻ എന്ന പട്ടണത്തിലാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിക്കുമ്പോൾ അന്ന് തന്നെ ഒരു വല്ലാത്ത അത്ഭുതമുണ്ട്. മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ കുടുംബം വാപ്പ വഴിക്ക് പരിശോധിച്ചാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഇലാ ഹദറത്തി റസൂലില്ലാഹി, ഉമ്മ വഴിക്ക് പരിശോധിച്ചാൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെ ഇലാ ഹദറത്തി റസൂലില്ലാഹി. ആ രണ്ട് പരമ്പരയിലും റസൂലുള്ളാഹിയിലേക്ക് മുട്ടുന്ന മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ നമ്മൾ പഠിച്ചാൽ, മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ പിതാവ് അബൂ സ്വാലിഹ് ജംഗി ദോസ് റളിയല്ലാഹു അൻഹു. ജംഗി ദോസ് എന്നത് സുരിയാനി ഭാഷയിലാണെങ്കിൽ അതേപോലെ തന്നെ പേർഷ്യൻ ഭാഷയിലൊക്കെ പാവങ്ങളുടെ സഹായി എന്നും മറ്റുമൊക്കെ അർത്ഥമാക്കുന്നതാണ്. ബഹുമാനപ്പെട്ടവർ അക്കാലത്തെ ആ തറവാട് എല്ലാ പാവപ്പെട്ട ആളുകൾക്കും അവരെ പ്രശ്ന പരിഹാരത്തിന്റെ ഒരു കേന്ദ്രമാണ് ആ തറവാട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർക്ക് അങ്ങനെ ഒരു സ്ഥാനപ്പേര് ലഭിച്ചത്. അവിടുത്തെ ഉമ്മ ബീവി ഫാത്തിമ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ വലിയ ചരിത്രമുള്ള മഹദിയാണ്. മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവിന്റെ പെങ്ങൾ അഥവാ മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ അമ്മായി വലിയ കറാമത്തുള്ള മഹദിയാണ്. ആയിഷ ബീവി എന്നാണ് അവരുടെ പേര്. ആ നാട്ട് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച ജീലാൻ എന്ന പ്രദേശം നമ്മുടെ നാട് പോലെ വർഷത്തിൽ 4 മാസം 5 മാസം മഴ ലഭിക്കുന്ന പ്രദേശമാണ്. അവിടെ പച്ചക്കറികളും ഫ്രൂട്ട്സുകളും ഒക്കെ കൃഷി ചെയ്യുന്ന ഏരിയയാണ്. ഒരുപക്ഷെ മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ നാട് അക്കാലത്ത് നെൽകൃഷി ചെയ്യുന്ന നാടാണ്. മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളൊക്കെ ചെറുപ്പത്തിൽ അരിഭക്ഷണം കഴിച്ചുകൊണ്ട് ശീലിച്ചിരിക്കുന്ന പ്രദേശത്തുകാരാണ്. അങ്ങനെയുള്ള മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ നാട്ടിൽ അക്കാലത്ത് മഴയ്ക്ക് ക്ഷാമം വന്നു. ജനങ്ങൾ വെള്ളമില്ലാതെ പറ്റിപ്പോയി.
മഴയില്ലാതെ വിഷമിച്ചു, എല്ലാവരും പ്രയാസപ്പെട്ടു, കൃഷികളൊക്കെ ഉണങ്ങിപ്പോയി, വയലുകളൊക്കെ ഉണങ്ങി വരണ്ടു. അങ്ങനെ പ്രയാസപ്പെട്ടപ്പോൾ ആ നാട്ടിലുള്ള ഉമ്മപെങ്ങന്മാരെല്ലാവരും ചേർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ അമ്മായിയുടെ അടുക്കലേക്ക് നാട്ടുകാരൊക്കെ ചെന്നിട്ട് പറഞ്ഞു, ഓ ഉമ്മ, നാട്ടിലാകെ മഴയില്ലാതെ വിഷമിച്ചിരിക്കുന്നു, കൃഷിയൊക്കെ ഉണങ്ങിപ്പോയിരിക്കുന്നു, പക്ഷിമൃഗങ്ങൾക്കൊക്കെ പ്രയാസം വരുന്നു, അതുകൊണ്ട് മഴ കിട്ടാതിരുന്നാൽ പറ്റില്ലല്ലോ. ആ വന്നിരിക്കുന്ന ഉമ്മമാരോടൊക്കെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ അമ്മായി വാപ്പയുടെ പെങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ തിരിച്ചു പോയിക്കോളൂ. മഹദി വീട്ടിന്റെ മുറ്റത്തിറങ്ങി, ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ ഒരു ചൂല്, മുറ്റടിച്ച് വൃത്തിയാക്കുന്ന ചൂല്, അതെടുത്തിട്ട് മുറ്റമൊക്കെ നല്ലപോലെ വൃത്തിയാക്കി അടിച്ച് മാലിന്യങ്ങളൊക്കെ നീക്കി, എല്ലാ ഇലകളും മാലിന്യങ്ങളും കടലാസുമൊക്കെ വൃത്തിയാക്കി ഭൂമി നല്ല ശുദ്ധിയാക്കി വെച്ചിട്ട് ആ ഉമ്മ ശുദ്ധമായ ഭൂമിയിൽ നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് കൈ ഉയർത്തിക്കൊണ്ട്, അല്ലാ, നിന്റെ ഭൂമി മുളപ്പിക്കുന്ന കൃഷി കൊണ്ട് ജീവിതം കണ്ടെത്തുന്ന ഈ നാട്ടുകാർക്ക് മഴയില്ലാതെ വിഷമിച്ചാൽ അവരെ കൃഷിയൊക്കെ ഉണങ്ങിപ്പോയല്ലോ, അവർക്ക് ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്നല്ലോ, പക്ഷി പറവുകളൊക്കെ ചിറക് കരിഞ്ഞു വീഴാൻ പോകുന്നല്ലോ. അതുകൊണ്ട് റബ്ബേ, ഈ നാട്ടുകാർക്ക് നിന്റെ റഹ്മത്തിന്റെ മഴ നൽകുന്നതിന് വേണ്ടി ഞാനിതാ നിന്റെ ഭൂമി അടിച്ചു വൃത്തിയാക്കി വെച്ചിരിക്കുന്നു, നീ ഈ സ്ഥലത്തേക്ക് മഴ തരണേ അല്ലാ. ആ ഉമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മേഘം മൂടി ഒന്നായിട്ട് തുടുതുടാ മഴ പെയ്തു. മഴ ആവശ്യപ്പെട്ട് വന്നിരിക്കുന്ന ഉമ്മമാരും സഹോദരന്മാരും വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പ് നല്ല മഴ അവർക്ക് ലഭിച്ചു. അത്ര വലിയ കറാമത്തിന്റെ ഉടമയാണ് അവരുടെ അമ്മായി ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉമ്മ ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ, അവരുടെ ഉപ്പയുണ്ട് അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു. സൗമഅത്ത് എന്ന് പറഞ്ഞാൽ ആരാധനാ മണ്ഡപം എന്നാണ്. എപ്പോഴും ആരാധനാ മുറിയിൽ തന്നെ ജനങ്ങളോട് സംസാരം കുറവ്. അതേ സമയത്തോ അല്ലാഹ്, ഖുൽ ഹുവല്ലാഹ്, സ്വല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഈ ദിക്റുമായി എപ്പോഴും കഴിയുന്നത് കൊണ്ട് അദ്ദേഹത്തിന് സ്ഥാനപ്പേര് ലഭിച്ചതാണ് സൗമഈ, ആരാധനാ മുറിയിൽ തന്നെ കാണുന്ന ആൾ. അങ്ങനെ അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു ആണ് തന്റെ ഉപ്പയായിട്ട് പിന്നീടുണ്ടായത്. ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിച്ച് താമസിയാതെ വാപ്പ മരണപ്പെട്ടിട്ടുണ്ട്. യതീമായി വളരുക എന്നത് ധാരാളം മഹത്തുക്കൾക്കൊരു പദവിയാണ്. ആദരവായ റസൂലുള്ളാഹി യതീമായിട്ടാണ് വളരുന്നത്. യതീം എന്ന് പറഞ്ഞാൽ നമുക്ക് ലോകത്ത് ഏറ്റവും അമൂല്യമായ സാധനങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒറ്റമുത്ത്. ആ ഒറ്റമുത്തിന് അറബിയിലെ പ്രയോഗം തന്നെ എന്താണ്? അസ്ദുറുൽ യതീം. അവിടെ യതീം എന്ന് ഉപയോഗിക്കുന്നത് ലോകത്തെ ഏറ്റവും അമൂല്യമായ സാധനത്തിന്റെ പേരാണ്. അതുകൊണ്ടാണ് ആരംഭ റസൂലുള്ളാഹി ആ അമൂല്യമായ മുത്തിനെ നിങ്ങളാരെങ്കിലും എടുത്ത് സംരക്ഷിക്കുകയാണോ? ആ അമൂല്യമായ മുത്തിനെ നിങ്ങളാരെങ്കിലും സംരക്ഷിക്കുകയാണോ? അനവകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദാ, ഞാനും യതീമിനെ സംരക്ഷിച്ചവനും. ആരാണ് യതീം? അസ്ദുറുൽ യതീം, ഒറ്റമുത്ത്. ആരംഭ റസൂലുള്ളാഹി യതീമാണ്. ആ പാരമ്പര്യത്തിൽ ഒരുപാട് മഹാന്മാരെ നമുക്ക് യതീമുകളായിട്ട് കാണാം. യതീമായിട്ടാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വളരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെയും നമ്മുടെയും ഇടയ്ക്ക് അള്ളാഹുവിനെ അറിയാൻ, അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാൻ, അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ, അള്ളാഹുവിനെ നമുക്ക് ആരാധിക്കാൻ, അള്ളാഹുവിനെ നമുക്ക് ഭയപ്പെടാൻ, അള്ളാഹുവിനെ നമുക്ക് വഴിപ്പെടാൻ, അള്ളാഹുവിനെ നമുക്ക് അനുസരിക്കാൻ, അള്ളാഹുവിനെ നമുക്ക് മഹബത്ത് വെക്കാൻ അള്ളാഹു തആല ഓരോ കാലഘട്ടത്തിലും മധ്യവർത്തികളായ മഹാന്മാരെ നിശ്ചയിക്കും. ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ബഹുമാനപ്പെട്ടവർ ജനിക്കുന്ന ഹിജറ 470. ആ 470 ജനിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളുടെ ജനനം തന്നെ ഒരു വലിയ അത്ഭുതമാണ്. എന്താ അത്ഭുതം? ഉമ്മുൽ ഖൈർ റളിയല്ലാഹു അൻഹ മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ഗർഭം ധരിക്കുമ്പോൾ ഉമ്മയുടെ പ്രായം എത്രയാണെന്നറിയോ? 60-ാമത്തെ വയസ്സാണ്. 60-ാമത്തെ വയസ്സിലാണ് ഉമ്മ കുട്ടിയെ ഗർഭം ധരിക്കുന്നത്.
ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള സഹോദരിമാർ ഒരു 25-30 ആകുമ്പോഴേക്കാണ് പ്രസവമൊക്കെ നിർത്തി ഒക്കെ മുറിച്ചതൊക്കെ ഏച്ചു കൂട്ടിയിട്ട് പിന്നെ കുട്ടികൾ 2 3 1 മതി എന്നുള്ളതാണ് നിൽക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മക്കൾ ജനിക്കട്ടെ, എത്ര മക്കളും ജനിക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ ഇഷ്ടം പോലെ മക്കളെ പ്രസവിച്ചോൾ. ഒരു കുട്ടിയായാൽ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? സ്വന്തം ശരീരമായാൽ നമുക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? സാധ്യമല്ല. അള്ളാഹു തരുന്നതിനെ 2 കൈയും കാണിച്ച് സ്വീകരിക്കണം. 60-ാമത്തെ വയസ്സിൽ പ്രസവിക്കുകയോ? ഖലീലുല്ലാഹി നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സന്താനം ജനിക്കുമ്പോൾ എത്ര പ്രായമായിട്ടാണ് എങ്കിൽ പാരമ്പര്യം നമുക്ക് ഔലിയാക്കളിൽ കാണും. 60-ാമത്തെ വയസ്സിലാണ് മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ ഉമ്മ ഗർഭം ധരിക്കുന്നത്. നമുക്ക് മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി ലോകത്ത് ഏറ്റവും പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ അൽ ബിദായത്തു വന്നിഹായ, അതുപോലെ തന്നെ സിയറു അലാമിൻ നുബല തുടങ്ങി 23 പ്രമുഖ ഗ്രന്ഥങ്ങളിൽ മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി നേരത്തെ തന്നെ ചരിത്രങ്ങൾ വിശദമായും സൂചനാപരമായും രേഖപ്പെടുത്തി വെച്ചതുണ്ട്. അതെല്ലാം കണ്ട് ക്രോഡീകരിച്ച് നമുക്ക് അത് മനസ്സിലാക്കി തന്ന മഹാനാണ് ഖാദി മുഹമ്മദ് എന്നവർ. 410 വർഷം മുമ്പാണ് ഖാദി മുഹമ്മദ് എന്നവർ, കോഴിക്കോട് ഖാദിയായ ഖാദി മുഹമ്മദ് എന്നവർ നമുക്ക് മുഹീദ്ദീൻ മാല നൽകുന്നത്. ചില ബിദഈ പ്രസ്ഥാനക്കാർ വഹാബിസമെന്നോ അതല്ലെങ്കിൽ മൗദൂദിസമെന്നോ അതല്ലെങ്കിൽ എന്താണ് ഖാദിയാനിസമെന്നോ അതല്ലെങ്കിൽ പിന്നെ എന്താണ് മുജാഹിദീസമെന്നോ അതല്ലെങ്കിൽ സെലഫിസമെന്നോ ഇതൊക്കെ പേര് പറയുന്ന ചില ബിദഈ പ്രസ്ഥാനക്കാരുണ്ട്. ഏത് പേരിലാണ് അവരെ വിളിക്കപ്പെടേണ്ടത് എന്ന് അവർ തന്നെ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ പ്രധാനമന്ത്രിയോടോ മറ്റോ അറിയിച്ചിട്ട് ഇവർക്ക് എല്ലാവരും കൂടിയിട്ട് ഒരു ആധാർ ബന്ധം ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് പിന്നെ തീരുമാനിക്കുന്നത് ഏതാണെന്നുള്ളത്. കാരണം അത്രയധികം പേരിലാണ് അവർ വിളിക്കപ്പെടുന്നത്. ഈ വിളിക്കപ്പെടുന്ന ഏത് പുതിയ പ്രസ്ഥാനക്കാർ നോക്കിയാലും അവരൊക്കെ ഔലിയാക്കളെ വിരോധികളാണ്. അവരെല്ലാം സ്വാലിഹീങ്ങളുടെ വിരോധികളാണ്. അവരൊക്കെ നമുക്ക് പരിശോധിച്ചു നോക്കിയാൽ സ്വാലിഹീങ്ങളുടെയും കുതുബീങ്ങളുടെയും ഔലിയാക്കളെയും വിരോധം ഉണ്ടാവുക എന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നാം പഠിക്കേണ്ടത്. അങ്ങനെയുള്ള വിരോധികളായ ആളുകൾ ഖാദി മുഹമ്മദ് എന്നവർ രചിച്ചിരിക്കുന്ന മുഹീദ്ദീൻ മാലയെ നമ്മുടെ മുമ്പിൽ പരിഹസിച്ചുകൊണ്ട് പാടിയപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മിൽ പലർക്കും, നമ്മുടെ പുതിയ തലമുറയിലെ പലർക്കും ആ മാലയും അതിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളും പഠിക്കാതായി അതിന്റെ ബഹുമതി ഇല്ലാതായി പോകാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഖാദി മുഹമ്മദ് എന്നവർ ആരാണ്? മഖ്ദൂം കുടുംബത്തിലെ ആ ശിഷ്യ പരമ്പരയിൽ വരുന്ന വലിയ ആലിമാണ് ബഹുമാനപ്പെട്ടവർ. ഒരു മുഹീദ്ദീൻമാരെ മാത്രമല്ല ഖാദി മുഹമ്മദ് എന്നവർ ഉണ്ടാക്കിയിട്ടുള്ളത്, മറിച്ചോ ലോക വിജ്ഞാനത്തിലേക്ക് 500 ഗ്രന്ഥങ്ങൾ ബഹുമാനപ്പെട്ടവർ എഴുതിയിട്ടുണ്ട്. ഖാദി മുഹമ്മദ് എന്നവർ 500 കിതാബുകൾ എഴുതിയിരിക്കുന്ന മഹാനാണ്. ആ കിതാബ് എഴുതിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നവർ മുഹീദ്ദീൻ ഷേഖ് തങ്ങളെ പറ്റി ധാരാളമായി പഠിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് തോന്നി, മുഹീദ്ദീൻ ഷേഖ് തങ്ങളിലൂടെ എക്കാലത്തും എന്റെ നാട്ടുകാരുടെ ഈമാൻ പൂർത്തിയാക്കാം, എന്റെ നാട്ടുകാരുടെ ഈമാനിന്റെ പരിപൂർണത മുഹീദ്ദീൻ ഷേഖ് തങ്ങളിലൂടെ നടക്കണം എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഖാദി മുഹമ്മദ് എന്നവർ അതൊരു മാലയായി അവതരിപ്പിക്കാൻ. മാല എന്ന് പറഞ്ഞാൽ കവിത, മാല എന്ന് പറഞ്ഞാൽ കവിത. കവിതയിലൂടെ ഒരു ആശയം പഠിപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിൽ വേഗത്തിൽ തറക്കും. കവിതയിലൂടെ ഒരു ആശയം പഠിപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിൽ വേഗത്തിൽ തറക്കും. പണ്ട് ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വഴിക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ റോഡ് സൈഡിലുള്ള ഒരു പള്ളി, ആ പള്ളിയിൽ കയറ്റി എല്ലാവരും മൂത്രമൊഴിച്ചിട്ടത് നാറിയിട്ട് അവിടെ നിൽക്കാൻ വയ്യ. കമ്മിറ്റിക്കാർ പല ബോർഡും വെച്ച് നോക്കി, അതൊന്നും പരിഹാരമാകുന്നില്ല. ഈ കവി ഒരു പ്രാവശ്യം അവിടെ കയറിയപ്പോൾ ഇങ്ങനെ മൂത്രത്തിന്റെ നാറ്റങ്ങനെ കേട്ടപ്പോൾ അയാൾ എന്ത് ചെയ്തു, ഒരു ചെറിയ ബോർഡ് എടുത്തിട്ട് അവിടെ ഒരു കവിത എഴുതി വെച്ചു. എന്താ കവിത എഴുതി വെച്ചത്? ഹൗളിങ്കരയിൽ പാത്തലും നന്നല്ല, പാത്തുന്ന പോത്തെ ഈ വിധം ചെയ്യല്ല. ഒരൊറ്റ വരിയിൽ എത്ര സമർത്ഥമായിട്ട് അദ്ദേഹം ആ നടക്കുന്ന സംഭവങ്ങളെ മുഴുവനും കവിതയിലൂടെ ആശയം പഠിപ്പിക്കാൻ നമ്മളെ പഴമക്കാരായ എത്രയോ ആളുകൾക്ക് കാണാം. അറബി ഭാഷ പഠിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് പഴയ കവികൾ, ആ കവികൾ കവിത എഴുതിയത് കാണും. ഓരോ വാക്കിനും അർത്ഥം മലയാളത്തിൽ കൊടുത്തുകൊണ്ട് എത്ര കവിതയുണ്ട്. മഅനൽ ബുറൂസി വസ്സുറയ്യ ബൾബ് വകഹവത്തും ക്ലബ് വരീഷുൻ നിബ് മിളന്നത്തും പമ്പ് നുഹാസുൻ ചെമ്പ് യുക്കാലു കുൽക്കാസും ബിമഅന ചേമ്പ് വസൗമു നോമ്പ് ഓമുക്കാമും കേമ്പ്. അതെന്താണ്?
കവിതയിലൂടെ ഒരു ആശയം പഠിപ്പിക്കാൻ എളുപ്പത്തിൽ സാധിക്കും. ഖാദി മുഹമ്മദ് എന്നവർ ലോകം കണ്ട മനഃശാസ്ത്രജ്ഞന്മാരുടെ ഒരു പ്രമുഖനാണ്. അതുകൊണ്ട് അദ്ദേഹം മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ആശയം ഒരു കവിതയിലൂടെ പഠിപ്പിക്കാം എന്ന് തീരുമാനിച്ചു. ഒന്ന്. രണ്ടാമത്തത്, ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സംഭവത്തെ വിപ്ലവകരമായി അവതരിപ്പിക്കലാണ് കവിതയുടെ രണ്ടാമത്തെ ഒരു കാര്യം. ബഹുമാനപ്പെട്ട മവാഹിബുൽ ജലിയ എന്ന തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവിയുടെ കവിത കണ്ടിട്ടില്ല നിങ്ങൾ? ആ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ ഒരു സമയത്ത് എല്ലാവരും വീടി വലിക്കുന്നവരാണ്, എല്ലാവരും പുകവലിക്കുന്നവരാണ്. എത്രയാണ് ഓരോരുത്തരുടെ കയ്യിൽ ഒരു സിഗരറ്റ് പാക്കും ഒരു സിഗരറ്റ് ലാമ്പ് ഉണ്ടാകാന്നാണ് ഒരു ഡിമാൻഡാണ്. പഴയ ആളുകളെ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഗൾഫിലൊക്കെ ആളുകൾ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു ഗ്യാസിന്റെ സിഗരറ്റ് കൊടുത്തേക്കാൻ തുടങ്ങി. ഒരു പാക്ക് സിഗരറ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ ഇങ്ങനെ പിടിച്ചാൽ, അന്നൊക്കെ കല്യാണത്തിന് പോയാൽ ആ കല്യാണ സദസ്സിക്കാണ് ചെല്ലുമ്പോൾ ഭക്ഷണം കഴിച്ചു വരുമ്പോൾ ഒരാളുണ്ടാവും സിഗരറ്റ് എല്ലാം കൂടി ഒന്നായിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കും. നിങ്ങൾ കണ്ടിട്ടില്ല അതൊക്കെ? ഇപ്പൊ ആ പിടിച്ചു നിൽക്കുന്ന ആളെ കാണാനില്ല. അയാളാണ് തോന്നുന്നത് ഇപ്പൊ ഹോട്ടലിന്റെ അടുത്ത് ബോർഡും പിടിച്ചു നിൽക്കുന്നതാണ്. ഇനി വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയില്ല. ഇരിക്കട്ടെ, ഏതായാലും ഇതിങ്ങനെ അത്രയും ആളുകൾ ഈ സിഗരറ്റ് വരും. അന്ന് തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി അതിനെതിരെ അദ്ദേഹത്തിന്റെ ഒരു വിപ്ലവ ഗാനത്തിൽ അദ്ദേഹം അത് ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ്? വളരെ സമർത്ഥമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിക്കുകയാണ്. എന്താണ്? പുകവലി എന്നൊരു അധ്യായം കൊടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കേൾക്കേണ്ടതാണൊരു വിഷയം ഇന്നെല്ലാരും, കേട്ടിട്ട് നേരെ ചാടി വീയരുതാരും. ഒരു മുൻകൂർ ജാമ്യം എടുത്ത് അത്രയും ആ കാലഘട്ടത്തിൽ അതിന് വ്യാപനമുണ്ട്. എല്ലാവരും, ചെറിയവരും വലിയവരും തങ്ങളും മൊയിലാരും ഒക്കെ വീടിയെടുക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ അതിനൊരു മുൻകൂർ ജാമ്യം എടുത്തു. എന്നിട്ട് അദ്ദേഹം അക്കാലത്തെ പുകവലിയുടെ വ്യാപനത്തെക്കുറിച്ച് അദ്ദേഹം ഓർമ്മപ്പെടുത്താം. നേരം വെളുത്താൽ കൊണ്ടടാ ഒരു വീടി, മുറി വീടി വീണാൽ കുട്ടികൾ പിടികൂടി, അവരും വലിച്ചതാ ചിരിവാടി. എന്നിട്ട് അദ്ദേഹം അതിന്റെ ആ പുകവലി നിരോധിക്കുന്നതിന്റെ ഭൗതിക കാരണങ്ങളിലേക്ക് കടന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പാടില്ല പുകവലി വണ്ടിയിൽ എന്നുണ്ട്, കോടതിയിലായാൽ ശിക്ഷയും അതിനുണ്ട്. ആണോ? അതായത് ഒരു ആശയത്തെ പഠിപ്പിക്കാൻ കവിത മൂന്നാമത്തെ കാര്യം. നാലാമതൊരു കാര്യമുണ്ട്, മാലയാക്കാൻ. അതെന്താ കാര്യം? നാലാമത്തെ കാര്യം, ഒരാൾക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ തോന്നുന്നത്? ഞാനിപ്പോൾ അവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രസംഗിക്കാണ്. ഇപ്പം നിങ്ങളെന്ത് പറയും? പടച്ചോൻ ആ ഉസ്താദിന് എന്ത് പറ്റി? നമ്മൾ മെഞ്ഞാന്ന് കാണുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. ഒറ്റയ്ക്കിരുന്നിട്ട് ഒരാളിങ്ങനെ പ്രസംഗിച്ചാൽ ഓ മാനസിക രോഗ്യം തോന്നിപ്പോ. അതേ സമയത്ത് ഒറ്റയ്ക്കൊരാളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴും അയാൾക്കൊരു കൂട്ടുകാരനാണ് കവിത. ഒരു പാട്ടും പാടിയിട്ട് ഇങ്ങനെ നടന്നാൽ, ഒരു ബെയ്ത്തും ചൊല്ലിയിട്ട് ഇങ്ങനെ നടന്നാൽ എന്തൊരു ഹരമാണ്. കവിത എന്ന് പറയുന്നത് രഹസ്യത്തിലേക്കും പരസ്യത്തിലേക്കും പറ്റിയതാണ്. കവിത എന്ന് പറഞ്ഞാൽ ഒറ്റക്കും കൂട്ടമായിട്ടും പറ്റിയതാണ്. മാത്രമല്ല, ഒരു കവിതയുടെ സ്വാധീനം നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ പോയി, നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ കുട്ടി, ഒരു 2 വയസ്സായ കുട്ടി നമ്മുടെ അടുത്തേക്ക് വന്നു. ആ കുട്ടി അടുത്തേക്ക് വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ, ആ മോനെ എന്താ പേര് മുഹമ്മദ് അലി, ഒരു പാട്ട് പാടിക്കാം, അതല്ലേ പറയരുത്? ഒന്ന് പ്രസംഗിച്ചാന്ന് പറയുന്നത് ഇല്ല. അപ്പൊ കവിത എന്ന് പറഞ്ഞാൽ, ഒരു ഗാനം, ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ അത് ചെറിയ കുട്ടി മുതൽ പ്രായമുള്ള ഉമ്മാക്ക് വരെ പറ്റിയതാണ്. ചെറിയ കുട്ടി മുതൽ പ്രായമുള്ള ഉപ്പാപ്പാക്ക് പറ്റിയതാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി കുട്ടിയുടെ നാവിലും ഉമ്മയുടെ നാവിലും, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി വല്ലിപ്പയുടെ നാവിലും പാപ്പയുടെ നാവിലും, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി തങ്ങളെ നാവിലും മൊയ്ലാര നാവിലും, മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി ഷെയ്ഖിന്റെ നാവിലും മുരീദിന്റെ നാവിലും, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ എല്ലാവരുടെ നാവിലും ഒതുങ്ങുന്ന രീതിയിൽ ആയിരിക്കണം എന്ന് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു. 4. അഞ്ചാമത്തെ ഒരു കാര്യം വേറെയുണ്ട്. ഇടയ്ക്കൊരു കാര്യം, ഒരു മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കണ്ടു കിട്ടുന്നവർ ഓഫീസുമായി ബന്ധപ്പെടുക. മറ്റൊരു കാര്യം, അതിന് വേറൊരു കാര്യവും കൂടി. അതെന്താ? നമ്മുടെ രാജ്യത്ത് പഴയ കാലത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം മതം സ്വീകരിക്കാൻ കടന്നു വന്നത് ഈ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളാണ്. ഹൈന്ദവ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു സഹോദരന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ വചനങ്ങളെല്ലാം കവിതകളാണ്. ഹൈന്ദവ സഹോദരന്മാരുടെ ആത്മീയ വചനങ്ങളെല്ലാം ഏതാണ്? കവിതകളാണ്. രാവിലെ എഴുന്നേറ്റാൽ അമ്പലത്തിൽ നിന്ന് ഏത് കേൾക്കാം? പ്രസംഗാണോ കേൾക്കണം? പാട്ട് കേൾക്കാം. അതെന്താ കാരണം? അവരുടെ ആത്മീയ സംഗതികളെല്ലാം പാട്ടാണ്. രക്ഷോ രക്ഷ മഹാബാഹോ രാത്രി തൃക്കം നമോ നമ. അവരുടെ ഇങ്ങനെ നടന്നു പോകുന്നവരും മൈക്കിൾ ചെല്ലുന്നവരും കൂട്ടമായിട്ട് ചെല്ലുന്നവരും ഒക്കെ എന്താണ്? കവിതയാണ്. അപ്പൊ കവിതയിലൂടെ ആത്മീയതയാണ് ഹൈന്ദവർക്ക് പാഠമായിട്ടുള്ളത്. ബഹുമാനമുള്ള ഖാദി മുഹമ്മദ് എന്നവർ വഹാബി മനസ്സിലാക്കണം. ആരാണ് ഖാദി മുഹമ്മദ് എന്നവർ?
ഖാദി മുഹമ്മദ് നമ്മൾ മനസ്സിലാക്കി ഇസ്ലാമത പ്രചാരണത്തിന് മുഹയ്യിദ്ദീൻ, ദീനിനെ ഹയാത്താക്കിയ ആൾ എന്നും ആ ഹയാത്ത് എന്റെ നാട്ടുകാർക്ക് ഈമാനിന്റെ ഹയാത്ത് മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളെ കൂടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ആ ഹയാത്തിന് എന്ത് കെട്ടിച്ചു? നല്ല ഒരു കവിത. ആ കവിത ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ടവർ എന്താ? അല്ലാ തിരുപേരും തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ഒരു 3 ഹദീസിനെ അരവരിയിൽ ഉൾപ്പെടുത്തി ബഹുമാനപ്പെട്ടവർ. നോക്ക നിങ്ങൾ, അല്ലാ തുതി പേരും ബിസ്മില്ലാ എന്ന് തുടങ്ങണം മുഹമ്മദ് മുസ്തഫ, ഹംദ് കൊണ്ട് തുടങ്ങണം മുഹമ്മദുർ റസൂലുള്ളാഹ്, സ്വലാത്ത് അതിൽ ഉണ്ടാവണം മുഹമ്മദുർ റസൂലുള്ളാഹ്. 3ഉം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അരവരി. അല്ലാ തിരുപേരും തുതിയും സ്വലാവാത്തും. അല്ല, നിങ്ങൾ ഒരു കവിത അവതരിപ്പിക്കുമ്പോൾ ആ കവിതയുടെ ആശയം എത്ര ഗാംഭീര്യമുള്ളതാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ ഈ ശൈഖിനെ കുറിച്ച് പറയുന്നത് എന്റെ വക പറയുന്നതല്ല, പിന്നെയോ അവർ ചൊന്ന ബൈത്തിനും ബഹ്ജ കിതാബിനും അതുപോലെ തക്മീല തന്നിന്നും കണ്ടോവർ. മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം ഞാൻ ഇവിടെ ഒരു ഹർഫ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ആ രേഖപ്പെടുത്തിയതെല്ലാം ഇന്ന കിതാബിലുണ്ട്, ഇന്ന കിതാബിലുണ്ട്, ഇന്ന കിതാബിലുണ്ട്, ഇന്ന കിതാബിലുണ്ട്. ബഹുമാനപ്പെട്ടവർ അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ട് ഉസൂൽ അഅ്ളം ഷേഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നപ്പോൾ ഹിജ്റ 470 എന്നതിന്റെ ഹിസാബുൽ ജുമൽ നോക്കിയാൽ, ഹിസാബുൽ ജുമൽ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക കണക്കാണ്. ആ കണക്ക് പ്രകാരം വരുമ്പോൾ ഹിജ്റ 470ന്റെ പദം ഹിസാബുൽ ജുമൽ പ്രകാരം ആ പദം ഏതാണ്? ഇഷ്ക് എന്നാണ്. ഐന് 70, ഷീന് 300, ഖാഫ് 100. അപ്പൊ എത്രയാകും? 470 ഇഷ്ക് എന്നാണ് ആ പദം. 470. അതെങ്ങനെ ഉസ്താദേ 470? അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെഴുതും? 756. എങ്ങനെ ഈ നമ്പർ കിട്ടിയത്? അത് നമ്മൾ സ്വർണം വാങ്ങാൻ വേണ്ടി പോയാൽ ഏറ്റവും മുന്തിയ സ്വർണം, അതിന്റെ നമ്പർ എത്ര? ഇപ്പൊ സ്വർണം ഇങ്ങനെ നോക്കിയിട്ട് ഇത് എത്രയാണെ പറയുന്നത്? നമ്മൾ 316. എത്ര? അതാ 916. ഇതെവിടുന്ന് ഈ 916 കിട്ടിയത്? അതൊന്ന് പഠിച്ചു വരും. 756 ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ഓരോന്നിനും ഒരു മൂല്യം നിശ്ചയിക്കുന്നിടത്ത് അതിനൊരു കണക്ക്. അത് പ്രകാരം മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളുടെ ജന്മത്തിന്റെ പദം നോക്കിയാൽ ഇഷ്ക് എന്നാണ്. ഹബീബ് റസൂലുള്ളാഹി, ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നത് തന്നെ ഇഷ്കിലായിട്ടാണ്. അഥവാ ആദരവായ റസൂലുള്ളാഹി തങ്ങളെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് അരിഞ്ഞ് ചേർന്ന ഹൃദയത്തിന്റെ ഉള്ളിൽ ഹബീബ് റസൂലുള്ളാഹി രക്തത്തിലും മാംസത്തിലും മജ്ജയിലും ബ്രെയിനിലും എല്ലാം ഹബീബ് റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഉമ്മാനെ സ്വപ്നത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഉമ്മയുടെ വാപ്പ അബ്ദുല്ലാഹി സൗമഈ തങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ടുണ്ട്. നിങ്ങളെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു. ഞാൻ എന്തിനാണിത് പെട്ടെന്ന് ഈ വിഷയത്തിലേക്ക് കടന്നറിയോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരിലൂടെ അല്ലാതെ കിട്ടിയിരിക്കുന്ന ഒരു ഈമാൻ, ഔലിയാക്കളിലൂടെ ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാതെയുള്ള ഒരു സുലൂക്ക്, അള്ളാഹുവിന്റെ മഹത്തുക്കളിലൂടെ അല്ലാതെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം, അത് വഴിയിൽ വെച്ച് തെറ്റിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഔലിയാക്കളിലൂടെ മാത്രമേ നമ്മുടെ ഈമാൻ പൂർത്തിയാകൂ, അമ്പിയാക്കളിലൂടെ മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. നിങ്ങൾ നോക്കൂ, മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ വാപ്പ, അവിടുത്തെ വല്യപ്പ, ഉമ്മയുടെ വാപ്പ അബ്ദുല്ലാഹി സൗമഈ തങ്ങൾക്ക് ഒരു സ്വപ്നം കാണുകയാണ്. ഓ മഹാനവറുകളെ, നിങ്ങളെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. ആ കുട്ടി ലോകത്തിന് കുത്തുബായിട്ട് വരും. ഓരോന്നിനും മാല ചൊല്ലാനുണ്ട്. ഞാൻ സമയദൈർഘ്യം കൊണ്ട് പറയുന്നില്ല. മാലയിലെ ഓരോ വരികളും നമുക്ക് ചൊല്ലി പാടി പറയാനുണ്ട്. ബഹുമാനപ്പെട്ടവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ കുടുംബത്തിൽ ഒരു കുട്ടി ജനിക്കുന്നുണ്ട്. ആ കുട്ടി ജനിച്ചാൽ ലോകത്തിന് കുത്തുബായിരിക്കും. അതുകൊണ്ട് ആ കുട്ടി ജനിക്കുന്നതിന്റെ ബഹുമാനാർത്ഥം ഈ തൊബരിസ്ഥാൻ പട്ടണം അടങ്ങുന്ന ജീലാൻ പ്രദേശങ്ങളിലെല്ലാം കുട്ടി ജനിക്കുന്ന അന്ന് ജനിക്കുന്ന മക്കൾ, മറ്റു സ്ത്രീകൾ പ്രസവിക്കുന്ന കുട്ടികളെല്ലാം അവരൊക്കെ ആൺകുട്ടികളായിരിക്കും.
ആ ജനിക്കുന്ന മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ജനിക്കുന്ന അന്ന് ജനിക്കുന്ന കുട്ടികളൊക്കെ ആൺകുട്ടികളാണ് പ്രസവിക്കപ്പെടുക. അന്ന് ആ പ്രസവിക്കപ്പെടുന്ന കുട്ടികളെല്ലാം ഔലിയാക്കളായിരിക്കും. പിന്നീട് ചരിത്രം രേഖപ്പെടുത്തുന്നു, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ജനിച്ച അന്ന് ആ പ്രദേശത്ത് ഒട്ടാകെ 1100 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. അവരൊക്കെ ആൺകുട്ടികളാണ്, അവരെല്ലാം ഔലിയാക്കളാണ്. ബഗ്ദാദിലേക്ക് നമ്മൾ ഇപ്പോഴും പോയി നോക്കിയാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഗ്ദാദിന്റെ ചരിത്രം മാത്രം രേഖപ്പെടുത്തിയ, ബഗ്ദാദിൽ ഇപ്പോൾ നടന്ന, ബഗ്ദാദിൽ ജീവിച്ചു വഫാത്തായ, ബഗ്ദാദിൽ വന്ന് താമസിച്ചു വഫാത്തായ മഹാന്മാരായ ഔലിയാക്കൾ, അവരെ മാത്രം ചരിത്രമാണ് താരീഖ് ബഗ്ദാദ്. ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് ബഗ്ദാദ് ഇപ്പോൾ 30 വാള്യം 40 വാള്യമുള്ള കിതാബാണ്. ആ കിതാബിൽ 14,500 ഔലിയാക്കളെ കുറിച്ചാണ് അതിൽ ചരിത്രം പറയുന്നത്. അവർ മുഴുവനും ബഗ്ദാദിൽ മാത്രമുള്ളവരാണ്. എന്നിട്ട് അതിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ചരിത്രം ഇല്ല. എന്തേ? മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ജനിക്കുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് ആ കിതാബ് ഉണ്ടാക്കിയ ആൾ വഫാത്തായി പോയിട്ടുണ്ട്. ആ താരീഖ് ബഗ്ദാദ് രചിച്ചിരിക്കുന്ന ഇമാം ഖതീബ് തിബ്രിസി തങ്ങൾ വഫാത്താകുന്നത് ഹിജറ 402-ലാണ്. മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ ജനിക്കുന്നത് 470-ലാണ്. ബഗ്ദാദ് ഒരു കാലഘട്ടത്തിലെ വൈജ്ഞാനിക തലസ്ഥാന നഗരിയാണ്. ബഗ്ദാദ് ഒരു കാലഘട്ടത്തിലെ ആത്മീയതയുടെ തലസ്ഥാന നഗരിയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബഗ്ദാദ് പട്ടണത്തിൽ 1100 കുട്ടികൾ ജീലാൻ, ഖബരിസ്ഥാൻ അടങ്ങുന്ന പ്രദേശത്ത് അന്ന് ജനിച്ചു. അവരൊക്കെ ഔലിയാക്കളാണ്. മാത്രമല്ല, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത് ഹിജറ 470-ലെ റമളാൻ ശരീഫിലാണ്. ആ റമളാൻ ശരീഫിൽ ബഹുമാനപ്പെട്ടവർ ജനിക്കുമ്പോൾ, ഓ മുത്തുമുഅ്മിനുകളെ, ചരിത്രങ്ങൾ മുഴുവനും മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ എവിടെ പരാമർശിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഹീദ്ദീന്മാരെ പറഞ്ഞല്ലോ, പാലിയിലെ വെണ്ണ പോൽ വൈത്താക്കി ചൊല്ലുന്നൻ. ബഹുമാനപ്പെട്ടവർ ഓർമ്മപ്പെടുത്തുന്നത് പാലിലെ വെണ്ണ പോൽ, പാൽ എന്ന് ഉപയോഗിച്ചത് കിതാബാണ്. പാലിലെ വെണ്ണ പോൽ എന്ന് പറഞ്ഞാൽ പാലിൽ നിന്ന് വെണ്ണ എടുക്കുന്നത് പോലെ, ഞാൻ പാല് പോലത്തെ കിതാബ്. പാൽ എന്ന് പറഞ്ഞാൽ അത്ര പരിശുദ്ധമാണ്. ഉമ്മയുടെ പാല് എത്രയാണ് അള്ളാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതൊരു പശുവിന്റെ അകട്ടിലെ പാലായാലും ആടിൻ്റെതായാലും മനുഷ്യൻ്റെതായാലും ഒരു കുട്ടിക്ക് കുടിക്കാനുള്ള പാല് എത്ര സൂക്ഷ്മതയിൽ എത്ര ഭദ്രമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്ന കിതാബുകൾ. പാല് പോലെ പരിശുദ്ധമായ കിതാബിൽ നിന്ന് ഞാൻ ഈ എടുത്തതൊക്കെ ആ കിതാബിൽ നിന്നെടുത്ത വെണ്ണയാണ്. ആ കിതാബിൽ നിർത്തിയിരിക്കുന്ന വെണ്ണയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാർ. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്ന കാലഘട്ടം വിശുദ്ധ റമളാന്റെ തുടക്കം. ആ കുഞ്ഞ് ജനിച്ചു വീണ് നോക്കുമ്പോൾ മുലപ്പാല് കുടിക്കുന്നില്ല. സുബ്ഹാന ജല്ല ജലാലു, എന്തൊരു അത്ഭുതമാണ്. പ്രസവിച്ചിരിക്കുന്ന ഒരു കുട്ടി മുലപ്പാല് കുടിക്കാതായാൽ എത്ര ബേജാറുണ്ടാവും. ഉമ്മുൽ ഖൈർ ബീവിക്ക് ബേജാറില്ല. കാരണം അത്ഭുതത്തിന്റെ കലവറകൾ ഏറെ കണ്ട് അങ്ങനെയാണ് കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത്. സമയം വൈകുന്നേരമായി. ആളുകളെല്ലാം നോമ്പ് തുറക്കാൻ തുടങ്ങി. ഈത്തപ്പഴവും വെള്ളവും എടുത്ത് എല്ലാവരും നോമ്പ് തുറക്കാൻ തുടങ്ങിയപ്പോൾ ഉമ്മുൽ ഖൈർ ബീവി കുട്ടിക്ക് മുല കൊടുത്തപ്പോൾ കുട്ടിയും മുല കുടിക്കാൻ തുടങ്ങി. മുതലായ റമളാനിൽ മുല കുടിക്കും കാലം 30 നാളിലും മുലനെ തോടാത്തോവാർ ബിൽ ഖുത്ബിർ റബ്ബാനി. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഒട്ടേറെ അത്ഭുതങ്ങൾ കാണിക്കുന്നതിന്റെ തുടക്കം നിങ്ങൾ കണ്ടോ? ആ കാലഘട്ടത്തിൽ ഇന്ന് റമളാനാണോ റമളാൻ അല്ലേ എന്ന ഒരു തർക്കം ആ രാജ്യത്ത് വന്നു. തീരുമാനം പറയാൻ മാസപ്പിറവി ദർശിക്കുന്നില്ല. മേഘം മൂടിയിട്ടോ മറ്റോ ഇത് റമളാനാണോ അല്ലേ എന്ന് തിരിച്ചറിയാത്തൊരു സംഭവം വന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ എല്ലാവരും വിഷമിച്ചു. ദിവസം ഇത് നോമ്പാണോ അല്ലേ? അന്ന് ആ കാലഘട്ടത്തിൽ ആലിമീങ്ങൾ അടക്കമുള്ളവർ ഉമ്മുൽ ഖൈർ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, അല്ല
ഇന്ന് റമളാനാണോ അല്ലേ എന്ന് തീരുമാനിക്കാൻ ബീവി ഉമ്മുൽ ഖൈർ തങ്ങളെടുക്കൽ വന്നുകൊണ്ട് ഉമ്മയുടെ വന്നുകൊണ്ട് നിങ്ങളെ കുട്ടി ഇന്ന് മുലപ്പാല് കുടിക്കുന്നുണ്ടോ? ഉമ്മ പറഞ്ഞു ഇല്ല ഇല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കുട്ടി മുല കുടിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും തീരുമാനിച്ചു നോമ്പ് തന്നെ. പിന്നീട് മാസപ്പിറവിയെ കുറിച്ചുള്ള അന്വേഷണം നടന്നപ്പോൾ ആ കുട്ടി മുലപ്പാല് കുടിക്കാത്തത് പോലെ അന്ന് റമളാൻ തന്നെ എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മുതലായ റമളാനിൽ മുല കൂടിക്കും കാലം 30 നാളിലും മുലനെ തൊടാത്തോവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മഹാന്മാർ അടുത്ത കാലത്ത് നമ്മളോട് വിട പറഞ്ഞ ഇവിടെ നടക്കുന്ന വായാർ തങ്ങളുപ്പാപ്പയുടെ സ്വലാത്തിന് അടക്കം ആശീർവാദവും അംഗീകാരവും പൊരുത്തവും എല്ലാം നൽകിയിരിക്കുന്ന ആത്മീയ ലോകത്തിന്റെ ഉന്നതരായ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഉപ്പാപ്പ ഉള്ളാളത്തെ ഉപ്പാപ്പ അല്ലാഹു തആല എല്ലാവിധ ദർജയും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. താജുൽ ഉലമാ ഉപ്പാപ്പയെ പറ്റി മിനിഞ്ഞാന്ന് ജാമിഅ സഅദിയിൽ ഉപ്പാപ്പയുടെയും എംഎ ഉസ്താദിന്റെയും അനുസ്മരണം നടക്കുമ്പോൾ വലിയ ഒരു വിദ്യാസമ്പന്നനായ അതാഉല്ലാ തങ്ങൾ അദ്ദേഹം അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഉപ്പാപ്പയുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട ഒരു പരിചയമുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ്, ഉപ്പാപ്പയുടെ റൂമിൽ ചെല്ലുമ്പോൾ അതാഉല്ലാ തങ്ങൾ പറയുക, ഉപ്പാപ്പയുടെ റൂമിൽ ചെല്ലുമ്പോൾ നല്ല പോലെ മധുരം കഴിക്കുന്ന ആളാണ് താജുൽ ഉലമാ ഉപ്പാപ്പ. ബഹുമാനപ്പെട്ട ഉപ്പാപ്പയുടെ റൂമിൽ ചെന്നാൽ ഉറുമ്പ് ഇങ്ങനെ അരിച്ച് നടക്കുന്നുണ്ടാകും. ആ ഉറുമ്പ് ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഉപ്പാപ്പ എന്നോട് പറഞ്ഞു, നിന്നെ ഉറുമ്പ് കടിക്കുന്നത് നീ നോക്കിക്കോ, ഉറുമ്പ് എന്നെ കടിക്കൂല. എന്നെ ഉറുമ്പ് കടിച്ചാൽ ഉറുമ്പ് ചത്തുപോകും. എന്റെ രക്തം അതിന് വിഷമാണ്. ഉപ്പാപ്പയുടെ റൂമിൽ കൊതുക് ഇങ്ങനെ പാറുമ്പോൾ ഉപ്പാപ്പ പറഞ്ഞു, നിന്നെ കൊതുക് കടിക്കുന്നത് നോക്കിക്കോ, എന്നെ കടിക്കൂല. എന്നെ കടിച്ചാൽ കൊതുക് ചത്തുപോകും. എന്റെ രക്തം ആ കൊതുകിന് വിഷമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, അതാഉല്ലാ തങ്ങൾ പരസ്യമായി പ്രസംഗിച്ചത് ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞു, ഉപ്പാപ്പ പറഞ്ഞതാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എപ്പോഴും അത്ഭുതങ്ങളിലൂടെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ലോകത്ത് തന്നെ നമുക്കതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. ആ ഔലിയാക്കളെ അംഗീകരിച്ചുകൊണ്ട് മഹാന്മാരിലൂടെ അല്ലാതെ നമ്മുടെ ഈമാനിന് പൂർത്തീകരണം ലഭിക്കുകയില്ല, അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധ്യമേ അല്ല. അബ്ദുൽ ഖാദിർ ജീലാനി മഹാനവറുകളുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ എത്രയാണ് രേഖപ്പെട്ട് കിടക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരനെ, ഇന്ന് ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ, ആ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ആത്മീയമായ ബന്ധത്തിലുള്ള ഒരുപാട് മഹാന്മാരെ നമുക്ക് കാണാം. അവരൊക്കെ ഈ മാസത്തിൽ റബീഉൽ ആഖിറിൽ വഫാത്തായതായിട്ട് കാണാം. വേലൂർ ബാക്കിയാത്ത് സ്വാലിഹത്തിന്റെ പ്രിൻസിപ്പൽ ബാനി ഹസരത്ത് എന്നറിയപ്പെടുന്ന അബ്ദുൽ വഹാബ് ഹസരത്ത് ബഹുമാനപ്പെട്ടവർ ഖാദിരിയ്യ ത്വരീഖത്തിന്റെ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാദിരിയത്തിന് ബഹുമാനപ്പെട്ടവർ വഫാത്തായത് റബീഉൽ ആഖിറിലാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ ഖാദിരിയാണ്, വഫാത്തായത് റബീഉൽ ആഖിറിലാണ്. യൂസുഫുൽ ജീലാനി വൈറത്തൂർ തങ്ങൾ അവർ ഖാദിരിയാണ്, വഫാത്തായത് ഈ മാസത്തിലാണ്. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എംഎ ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, ബഹുമാനപ്പെട്ട എംഎ ഉസ്താദിന്റെ വഫാത്ത് ഈ മാസത്തിലാണ്. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെ വഫാത്ത്. എത്ര മഹാന്മാരെ നമുക്ക് കാണാൻ പറ്റും. അവരൊക്കെ നോക്കിയാൽ ഖാദിരിയത്തിന്റെ ആളുകളാണ് അവരെല്ലാം. എന്താണ് ഖാദിരിയത്ത്? മുഹീദ്ദീൻ, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് തങ്ങളോ അല്ലെങ്കിൽ ദിഫായി ശൈഖ് തങ്ങളോ അവരുടെ അത്ഭുതങ്ങൾ നാട്ടുകാർ നേരെ കാണുക. ഇപ്പൊ ഇവിടെ ഒരുപാട് ആംബുലൻസുകൾ നിൽക്കുന്നുണ്ട്. ആ ആംബുലൻസുകളിലെല്ലാം എത്ര വലിയ രോഗികളുണ്ട്. ഹോസ്പിറ്റലുകളിൽ നിന്ന് അവര് ഇനി ഇതിന് ജീവിക്കാൻ കഴിയില്ല എന്ന് കൈയൊഴിഞ്ഞിരിക്കുന്ന എത്ര രോഗികൾ ആംബുലൻസുകളിലുണ്ട്. ഹൈന്ദവ സഹോദരന്മാർ വന്നിരിക്കുന്ന കുടുംബങ്ങളിലുണ്ട്, മുസ്ലിം സഹോദരന്മാരുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇന്നലെ സിറാജ് പത്രത്തിൽ ഇന്നിവിടെ ഞാൻ പ്രസംഗിക്കുന്നു, അതനുസരിച്ച് എത്ര ആളുകളാണ് വിളിക്കുന്നത്. വിളിക്കുന്നവരൊന്നും സങ്കടം കൊണ്ടല്ലാതെ ആ വിളി നിർത്തുന്നില്ല. ക്യാൻസർ രോഗം പിടിപെട്ടവർ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ വൈലത്തൂരിൽ നിന്ന് റഫീഖ് എന്നൊരു സഹോദരൻ കുറച്ച് അല്ലയിലൊക്കെ സുഖമില്ലാതെ കിടന്നു. അയാൾ ഇവിടെ സദസ്സിൽ വന്നിട്ടുണ്ട് ദ്വാരക്കണം എന്ന് വെച്ചാൽ അയാളുടെ അളിയൻ അബ്ദുറഹ്മാൻ വിളിച്ചു.
ഇപ്പോ ബഹുമാനപ്പെട്ട മാനുപ്പ ഹാജി അദ്ദേഹം വൈലത്തൂരിന് രാവിലെ പുറപ്പെട്ടതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ദ്വാരക്കാൻ അദ്ദേഹം എന്റെ അടുക്കൽ എഴുത്തു തരിക. ഈ കൂടിയിരിക്കുന്ന ധാരാളം ആളുകൾ കാല് മുറിച്ചിട്ട് കുറച്ച് കാലിന്റെ ഒരു ഭാഗം അതിങ്ങനെ പഴുത്തു നിൽക്കുന്ന ഒരാളെ നമ്മുടെ വണ്ടിയിൽ കാണാൻ വേണ്ടി സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഹിന്ദുക്കളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഈ അത്യത്ഭുതകരമായിരിക്കുന്ന കാഴ്ച ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് നാളെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരാൾ ഒരു മാല രചിച്ചാൽ, ഒരു പാട്ട് രചിച്ചാൽ, ഒരു കിതാബ് രചിച്ചാൽ, ഒരു പുസ്തകം രചിച്ചാൽ ഇത് അനുഭവമാണ്. ഇതേപോലെ അനുഭവിച്ചതാണ് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ നാട്ടുകാർ, റിഫായി ശൈഖ് തങ്ങളുടെ നാട്ടുകാർ. നിങ്ങൾക്കറിയുമോ, 2 കാതും കേൾക്കാത്ത ആൾ, 2 ചെവിയും കേൾക്കില്ല. അങ്ങനത്തെ ആള് റിഫായി ശൈഖ് തങ്ങളുടെ മുന്നിൽ വന്നു, 2 ചെവിയും കേൾക്കാത്ത ആൾ. എന്നാലോ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ അയാളോട് അസ്സലാമു അലൈക്കും, അയാൾ വാണി എന്താ പേര്? മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ സംസാരിച്ചാൽ മൂപ്പര് കേൾക്കും, റിഫായി ശൈഖ് തങ്ങൾ സംസാരിച്ചാൽ മൂപ്പര് കേൾക്കും. മാത്രം റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വഅദ് പറയാണ്, ആഴ്ചയിൽ 3 ദിവസം വഅദ് പറയും. ആ വഅദിന്റെ സഭ ഇങ്ങനെ കൂടി വന്നു. അത് വർദ്ധിച്ചു വന്നിട്ട് വലിയ മന്ത്രിമാരവിടെ വരും, വലിയ രാജാക്കന്മാർ വരും, വലിയ തമ്മാടികൾ വരും, വലിയ കൊള്ള സംഘക്കാർ വരും. അവരൊക്കെ വന്നിട്ട് വഅദ് കേട്ടിട്ട് സദസ്സിൽ കൂട്ടക്കരച്ചിൽ, ഇനിമേൽ ഞാൻ തെറ്റ് ചെയ്യുകയില്ല. എത്ര ആളുകളാണ് തൗബ ചെയ്യുന്നത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ സദസ്സിൽ? എത്രായിരം ആളുകളാണ് ഇസ്ലാമിനെ സ്വീകരിച്ചത്? അബ്ദുൽ ഖാദർ എന്ന മഹാനവർകൾക്ക് മുഹീദ്ദീൻ എന്ന സ്ഥാനപ്പേര് കിട്ടിയത് എപ്പോഴാണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, ഒരു പ്രാവശ്യം മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ വഅദിന്റെ സദസ്സിൽ 70,000 ആളുകൾ. 70,000 ആളുകൾ. ആ 70,000 ആളുകളോട് മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ വഅദ് പറഞ്ഞാൽ എല്ലാവരും വ്യക്തമായി കേൾക്കും, ആരും കേൾക്കാത്തവരില്ല. 70,000 ആളുകൾക്ക് വഅദ് പറഞ്ഞു. അത് മാത്രമല്ല, മുഹീദ്ദീൻ ശൈഖ് തങ്ങളോ റിഫായി ശൈഖ് തങ്ങളോ ഈ ബായാറിൽ വെച്ചിട്ട് വഅദ് പറയും. ഇന്നിപ്പോ ഞാനിവിടെ വഅദ് പറയുന്ന സ്ഥലത്ത് റിഫായി ശൈഖ് തങ്ങളാണെന്ന് കൂട്ടിക്കൊള്ളുങ്ങൾ, അല്ലെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങളാണെങ്കിൽ അവർ വഅദ് പറയും. ലോകത്ത് മുഴുവനും അവരെ വഅദ് കേൾപ്പിക്കാൻ അവർക്ക് സാധിക്കും. ഒരു നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ലോകത്ത് മുഴുവനും അത് കേൾപ്പിക്കാൻ സാധിക്കും. അതാണ് മാലയിൽ പറഞ്ഞത്, അല്ലാഹുടെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. അള്ളാഹിന്റെ സമ്മതപ്രകാരം ഉറുദി പറയാൻ നിന്നാൽ അത് കേൾപ്പിക്കണമെന്ന് വിചാരിച്ചോ, ആലം ലോകത്ത് മുഴുവനും അത് കേൾപ്പിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ആധാർ കിട്ടേണ്ട ആൾക്കാരുണ്ടല്ലോ, ഓരവിടെ തുടങ്ങി ഒരു വസ്തുവാദം. മംഗലാപുരത്ത് കേൾക്കും പറഞ്ഞാൽ പിന്നെ തിരക്കും, ലോകം മുഴുവനും കേൾക്കും പറഞ്ഞാൽ അത് ഓവറല്ലേ? അപ്പൊ നമ്മുടെ സാധാരണക്കാരും അത് ശരി, ഈ എല്ലാത്തിനും അത് ശരിയാന്ന് പറഞ്ഞ കൂട്ടരുണ്ട്. അവരെ ഷെറുള്ള അള്ളാഹു നമ്മൾ ആദ്യം കാക്കണേ. ഏത് സംഗതി കണ്ട അത് ശരിയാണ്, ഏത് ശരിയാന്നുള്ളത്. ഈ പിഴച്ച ചിന്താഗതി ഹൃദയത്തിലുള്ള ആളെ വസുവാസാക്കുന്നത് എങ്ങനെ? അള്ളാഹ് പാപ്പാന്റെ ദ്വാരത്തിക്കല്ല സഭ, ഉസ്താദുമാരൊക്കെ ഇങ്ങനെ വന്ന് റെഡിയായി ഒരു തലയണ വെച്ചു, മൗലിദ് കിതാബും മുകളിൽ വെച്ചു. അപ്പൊ ഒരു പുജാപ്പണ്ട് കയറി വന്നിട്ട് മൗലിദ് വേണം, നമുക്ക് യാസീൻ പോരെ. അപ്പൊ 2 ആൾ അത് ശരിയാ. ഇതാ ഞാൻ പറഞ്ഞത്, ഇവരെ ചെറുതുന്ന അള്ള കാക്കട്ടെ, ഏത് ശരിയാന്ന്. അപ്പൊ ഇവനക്കൊരു ചാൻസ് കിട്ടി വഹാബിക്ക്. അപ്പൊ അവൻ പറയണം, അല്ലെങ്കിലും മൗലൂദും യാസീനും വെച്ച് യാസീൻ തന്നെ അല്ലേ നല്ലത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? യാസീൻ തന്നെ. ഇക്കൊല്ലം മൗലൂദ് ഒഴിവാക്കി യാസീനാക്കി. അടുത്ത കൊല്ലം യാസീൻ വേണം. കുറെ ആളുകൾക്കൊക്കെ വേഗം പോകാൻ നമുക്ക് ഖുൽ അല്ലാഹു പോരെ. അല്ലെങ്കിലും ഖുൽ അല്ലാഹു എന്താ മോശം? ഖുൽ അല്ലാഹു ഏറ്റവും നല്ലതല്ലേ? അല്ലാഹ് മൗലൂദും ഖുൽ അല്ലാഹു ഏതാ നല്ലത്? അത് ശരിയാ. എല്ലാത്തിനും ശരി വെക്കണ ഇവന്മാരുണ്ടല്ലോ. എന്നാ ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം തിരിച്ചു ചോദിക്കാം. നിങ്ങൾ വഹാബിനോട് അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യം, അത്തഹിയാത്തും യാസീനും വെച്ച് ഏറ്റവും നല്ലതാണ് അല്ല? അത് ശരിയാണെന്താ നിങ്ങൾ പറയാത്തത്? അത്തഹിയാത്തും യാസീനും വെച്ച് ഏറ്റവും നല്ലതേതാ? പോട്ടെ, വജ്ജത്തും ഖുൽ അല്ലാഹു വെച്ച് ഏറ്റവും നല്ലതേതാ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങൾ അത്തഹിയാത്തിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായതല്ലേ യാസീന്? നാളെ അത്തഹിയാത്തിൽ ഇരുന്നിട്ട് യാസീൻ ഖുർആനിൽ ഹകീം, അത്തഹിയാത്തിൽ യാസീൻ ഓതിയാൽ എങ്ങനെ ഉണ്ടാകും? അങ്ങനെ ഉണ്ടാകും. മൗലൂദ് ഓതിട്ട് യാസീൻ ഓതിയാൽ
മൗലിദ് ഓതേണ്ട ഒരു സ്ഥാനത്താണോ മൗലിദ് തന്നെ ഓതണം. അത്തഹിയാത്ത് ഓതേണ്ട സ്ഥലത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് അത്തഹിയാത്താണ്. വജ്ജഹത്ത് ഓതേണ്ട സ്ഥലത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് വജ്ജഹത്തുമാണ്. വജ്ജഹത്ത് ഓതേണ്ട സ്ഥലത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് വജ്ജഹത്തുമാണ്. അത്തഹിയാത്ത് ഓതേണ്ട അടുത്ത് ഏറ്റവും ശ്രേഷ്ഠമായത് അത്തഹിയാത്താണ്. മൗലിദ് ഓതേണ്ട സ്ഥലമാണോ അവിടെ ഏറ്റവും ശ്രേഷ്ഠമായത് മൗലിദ് തന്നെയാണ്. അപ്പൊ അവിടെ നമ്മളെ ഒസുവാസാക്കാൻ പറ്റില്ല. ഏതാണ് ഇവരെ ഒസുവാസ്? ലോകം മുഴുവനും കേൾക്കെ, അത് കുറച്ച് ഓവറായി പോയി. അടുത്ത വരി പാടടോ, അടുത്ത വരി ചൊല്ലി നോക്ക്, അപ്പൊ മനസ്സിലാകും എന്താണെന്ന്. യാ റബ്ബ്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞാൽ, റിഫായി ശൈഖ് തങ്ങൾ ഒരു സ്ഥലത്ത് വഅദ് പറഞ്ഞാൽ ലോകം മുഴുവനും കേൾക്കും. ഏതുപോലെ? ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം. അല്ലാഹു തആല വിളിച്ചു, ഓ ഇബ്രാഹിം നബിയെ, നിങ്ങളും മകനും കൂടി എന്റെ കഅബ ശരീഫിന്റെ വീട് പുനർനിർമ്മിക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി ഈ ജിബ്രീൽ അലൈഹിസ്സലാം അതിന്റെ നേതൃത്വത്തിൽ അല്ലാഹു റബ്ബി കഅബത്തിന്റെ പുനർനിർമ്മാണം ഇങ്ങനെ നടക്കുകയാണ്. ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈലു റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഖുർആൻ നേരിട്ട് ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. ഇബ്രാഹിം നബി കഅബത്തിന്റെ ഭിത്തി ഇങ്ങനെ പണിതുകൊണ്ടിരുന്നു. ഇസ്മായിൽ നബി അലൈഹിസ്സലാം കല്ലിങ്ങനെ പൊക്കിക്കൊടുത്തു. അല്ലാഹ് ഉയരം പൂർത്തിയായപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. സ്വർഗത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു കല്ലുമായി വന്നു. ആ കല്ലിങ്ങനെ വെച്ചു കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി അതിന്റെ മുകളിൽ കയറി നിന്നു. ഇബ്രാഹിം നബിക്ക് വേണ്ടി അത് പൊങ്ങി, ഇബ്രാഹിം നബിക്ക് വേണ്ടി അത് താഴ്ന്നു, ഇബ്രാഹിം നബിക്ക് വേണ്ടി അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി. അതാണ് മഖാമു ഇബ്രാഹിം. അങ്ങനെ കഅബത്തിന്റെ നിർമ്മാണം മുഴുവനും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു തആല ഇബ്രാഹിം നബിയോട് പറഞ്ഞു, ഓ ഇബ്രാഹിം നബിയേ. അല്ലാഹു തആല ഇബ്രാഹിമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലോകത്തെ മുഴുവനുമുള്ള ആളുകൾക്ക് ഹജ്ജ് നിർബന്ധമാണ്. അതുകൊണ്ട് കഅബ ശരീഫിലേക്ക് ഹജ്ജിന് വരാൻ വിളിച്ചു പറഞ്ഞോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ കയറി 4 ഭാഗത്തേക്കും നോക്കി. ആര് കേൾക്കാനാണ് വിളിച്ചത്? ആര് കേൾക്കാനാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ വിളിച്ചോളൂ, കേൾപ്പിക്കേണ്ടവൻ ഞാനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു, അയ്യുഹന്നാസ്, മാന്യ മഹാജനങ്ങളെ, ഇന്നല്ലാഹ ഖദ് ഫറദ അലൈക്കുമുൽ ഹജ്ജ ഫഹജ്ജൂ. ജനങ്ങളെ, അല്ലാഹു തആല ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ, ഹജ്ജിന് വരുവീൻ. 4 ഭാഗത്തേക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. ആ വിളിച്ച വിളി നിങ്ങളെ നാട്ടിൽ കൂടെ ഒക്കെ കേട്ടോ കേട്ടില്ലേ? നിങ്ങളവിടെയൊക്കെ കേട്ടോ കേട്ടില്ലേ? കേട്ടോ? അപ്പൊ ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചിട്ട് ലോകം മുഴുവനും കേട്ടോ, അത് മുഅ്ജിസത്താണെങ്കിൽ. ഒരു സ്ഥലത്തുനിന്ന് വഅദ് പറഞ്ഞാൽ ലോകം മുഴുവനും കേൾക്കും. ഇനി മാല പാടി നോക്ക്. അല്ലാഹുവിന്റെ ഏകൽക്ക് ഉറുദി പറയുമ്പോൾ ആലത്തിലാകെയും കേൾക്കും അതെന്നോവർ. ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. എന്താ മാലയുടെ വരികൾ? എന്താ ഔലിയാക്കളെ പറ്റിയുള്ള വരികൾ? പഠിക്കണ്ടേ? അത് മനസ്സിലാക്കണ്ടേ? ഹജ്ജാൽ ഖലീലുള്ളാഹ് തങ്ങൾ വിളി പോലെ ഹുക്മാലുടയവൻ കേൾപ്പിക്കും എന്നോവർ. ഹജ്ജിന്റെ വിളി ലോകം മുഴുവനും ഒരു സ്ഥലത്ത് വിളിച്ചിട്ട് കേട്ടോ, എന്നാ പിന്നെ അത് സംശയം തീർത്തിട്ട് മതി ഇവിടെ. അതാണ് പണ്ട് ശൈഖുനാ ഈ ക്യാസം. അല്ലാഹു അടുത്ത ദർജ ഏറ്റി കൊടുക്കണം. അല്ലാഹു അടുത്ത ദർജ ഏറ്റി കൊടുക്കണം. സുബ്ഹാനല്ലാഹ്. വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവ് വൈദ്യമാരെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ആകാശത്തിന്മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തീരമുള്ളവർ. വല്ലാത്തൊരു കൊടിയാണ്. ആ കൊടി അടുപ്പിക്കാനുള്ള തുണി എവിടുന്നാ കിട്ടാൻ? ആകാശം ഭൂമിയൊക്കെ വിശാലമായി. സാധാരണക്കാരൻ ബേജാറാവുമല്ലേ? ശരിയാട്ടോ, അങ്ങനെ പറഞ്ഞാലോ? അസ്തമൂലാർ ഉടനെ പറഞ്ഞു, അള്ളാഹിന്റെ ഖുർആനിലുണ്ട്, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ. അള്ളാഹുവിന്റെ കയറ് എല്ലാവരും പിടിക്കണം. ആ കയറ് ഏത് പീടിയിലാണോ അപ്പുറത്തെ റൂമിൽ ഈ കൊടി പിടിക്കുന്നുണ്ട്. ചേകനൂര് രംഗത്ത് വന്നു. ചേകനൂര് രംഗത്ത് വന്നിട്ട് ചോദിച്ചു. ചേകനൂരിന്റെ ആദ്യത്തെ വാദങ്ങളിൽ പ്പെട്ട 3 വാദങ്ങളിൽ ഒന്നാണ്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുഹാ നിസ്കരിച്ചിട്ടില്ല. എന്തേ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, നബി തങ്ങൾ ദുഹാ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആയിഷ ബീബി കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ അതുണ്ടാവും.
ഹദീസ് സ്പഷ്ടമാണ്. ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ആളുകളൊക്കെ അന്തം വിട്ട്. ആയിഷ ബീവി പറഞ്ഞിട്ടുള്ളൂ, ആയിഷ ബീവി പറഞ്ഞിട്ടില്ലേ, കണ്ടിട്ടില്ല. സുബ്ഹാന ജല്ല ജലാലു. ഹസൻ മൗലാരി മറുപടി പറയണത് വരെ എല്ലാവരും ബേജാറായി. ഹസൻ മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു, എന്താടാ പറഞ്ഞത് എന്ന്. ദുഹാ നിസ്കാരം എന്ന നിസ്കാരമില്ല. എന്തേ? ആയിഷ ബീവി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉറപ്പായിട്ടുണ്ട്. ഉള്ള സാധനല്ലേ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്ന്, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതൊക്കെ ഇല്ല എന്നാണോ? എന്നാ ആയിഷ ബീബി വേറെയും പറഞ്ഞിട്ടുണ്ട് കണ്ടിട്ടില്ല. എന്റെ ഔറത്ത് റസൂലുള്ള കണ്ടിട്ടില്ല, റസൂലുള്ളാന്റെ ഔറത്ത് ഞാനും കണ്ടിട്ടില്ല. അതിന്റെ അർത്ഥം ഇല്ല. പ്രിയപ്പെട്ട, ഞാനിതെന്തിനാണ് ചെറുപ്പക്കാരോട് പറയുന്നത്? ചെറുപ്പക്കാരായ സുന്നത്ത് ജമാഅത്തിന്റെ കുട്ടികൾ നല്ല പോലെ സലാത്തിന് വന്ന ആള് ഓൻ പിന്നെ വഹാബിയായി പോയി. നല്ല പോലെ ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ ഓൻ പിന്നെ തബ്ലീഗുകാരനായി പോയി. അപൂർവമാണെങ്കിലും അങ്ങനെ കേൾക്കുമ്പോൾ ഹൃദയം പൊട്ടിപ്പോകാറുണ്ട്. എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട് പഠിക്കാൻ, ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട്. ഇൽമ് സമ്പാദിക്കണം. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളെ കുറിച്ചുള്ള അറിവ് വേണം നമുക്ക്. ഔലിയാക്കളെ കുറിച്ച് പഠിക്കണം, അമ്പിയാക്കളെ കുറിച്ച് പഠിക്കണം, സുന്നത്ത് ജമാഅത്ത് അറിയണം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം ഇവിടെ കർണാടകയിൽ KCF-ഉം അതേപോലെ തന്നെ കേരളത്തിൽ SSF-ഉം അതേപോലെ തന്നെ മുസ്ലിം ജമാഅത്തും SYS-ഉം എല്ലാം അടങ്ങുന്ന ഒരു വലിയ നേതൃത്വം, ഒരു വലിയ നിര നമുക്ക് ദീൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ പഠിപ്പിച്ചു തരുന്ന ദീന്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വായിച്ചു പഠിക്കാൻ സൗകര്യമുണ്ട്, കേട്ട് പഠിക്കാൻ സൗകര്യമുണ്ട്, ചോദിച്ച് പഠിക്കാൻ സൗകര്യമുണ്ട്. ഇഷ്ടം പോലെ സൗകര്യങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടത്തിൽ ദീനിനെ കുറിച്ച് നാം അറിയണേ, ദീനിനെ കുറിച്ച് നാം പഠിക്കണേ. ചെറുപ്പക്കാർ, കുട്ടികൾ, അഹ്ലുസ് സുന്ന വൽ ജമാഅ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന ആദർശത്തെ കുറിച്ച്, ആ ആദർശത്തിന്റെ ഓരോ കാര്യങ്ങളും അത് 100% 24 കാരറ്റ് തങ്കമായിട്ടാണ്. മാലയായാലും മൗലിദായാലും ചരിത്ര രേഖകൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പഠിച്ചെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. പല പുതിയ പുതിയ പ്രസ്ഥാനക്കാരും ഇനിയും വരാനിരിക്കുന്നു. ഏതെല്ലാം വിധത്തിലുള്ള പ്രസ്ഥാനക്കാർ വന്നു. ഈ പുത്തൻവാദികളൊക്കെ വരുമ്പോൾ അവർക്ക് നമ്മുടെ ഈമാൻ തട്ടിയെടുക്കാൻ സാധിക്കാൻ പാടില്ല. ഉമ്മ പങ്ങന്മാരെ, നിങ്ങൾ നല്ല പോലെ ഉണരണം. നമ്മുടെ മക്കൾ ആരുടെ കൂടെ പോകുന്നു, ആരുടെ പുസ്തകം വായിക്കുന്നു, ആരുടെ പ്രസംഗം കേൾക്കുന്നു, ഉമ്മമാര് നല്ല പോലെ ശ്രദ്ധിക്കണേ. ഇത് ദിക്റിന്റെ മജ്ലിസാണ്, ഇത് ദുആഇന്റെ മജ്ലിസാണ്, ഇത് സ്വലാത്തിന്റെ മജ്ലിസാണ്. നമ്മളിവിടെ എത്ര പേരുണ്ടോ അതിന്റെ എത്രയോ ഇരട്ടി മലക്കുകൾ നിറഞ്ഞ മജ്ലിസാണ്. നിങ്ങളോട് പറയട്ടെ, നാവ് കൊണ്ട് നാം ഒരൊറ്റ ദിക്ർ ചൊല്ലിയാൽ, നാവ് കൊണ്ട് ഔലിയാക്കളെ പറ്റി പറഞ്ഞാൽ, അമ്പിയാക്കളെ പറ്റി പറഞ്ഞാൽ, ദിക്റുൽ അംബിയാ ഇബാദത്തുൻ വദിക്റുൽ സ്വാലിഹീന കഫാറത്തുൻ ശഫീഉനാ റസൂലുള്ളാഹി. അമ്പിയാക്കളെ കുറിച്ച് അറിയുക, പറയുക, അത് നമുക്ക് അള്ളാഹു ഏറ്റവും പൊരുത്തപ്പെട്ട ഇബാദത്താണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് പറയുക, പാടുക, കേൾക്കുക, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത് ദോഷം പൊറുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളൊക്കെ സാധാരണ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റാണ് ഹദ്ദാദ് റാത്തീബ്. ആ ഹദ്ദാദ് റാത്തീബ് പൂർത്തീകരിച്ചു തന്നിരിക്കുന്ന മഹാനുണ്ടല്ലോ, അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത മഹാനാണ്, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളാണ്. യമനിൽ പോയാൽ ബഹുമാനപ്പെട്ടവരെ മക്കാമ് കാണാം. ആ യമനിൽ ഒരു മക്കാമുണ്ട്, ജംബൽ എന്നാണ് ആ മക്കാമിന് പറയുക. 1000 കുത്തുബീങ്ങളാണ് അവിടെ മറവിട്ട് കിടക്കുന്നത്. മമ്പുറം തങ്ങളിപ്പാപ്പ ഉൾപ്പെടെ സക്കാഫ് സാദാത്യങ്ങൾ, അഹ്ദൽ സാദാത്യങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടേറെ സാദാത്യങ്ങളെ മക്ബർ 1000 കുത്തുബീങ്ങളാണ് അവിടെ വിശ്രമിക്കുന്നത്. അവിടെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഖൽവത്തിലിരുന്ന സ്ഥലം പ്രത്യേകം സ്മരണയായി സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവർ കിതാബ് എഴുതിയിരുന്ന സ്ഥലം സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരെ മയ്യത്ത് കുളിപ്പിച്ച സ്ഥലം അതേപോലെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ പള്ളിയിൽ പോയി നോക്കിയാൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളെ പള്ളി, ആ പള്ളിയിലുണ്ട് ദിക്ർ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. പള്ളിയിൽ മുഴുവൻ ഞാനതിങ്ങനെ നടന്ന് ചൊല്ലി നോക്കി. അപ്പൊ ഹദ്ദാദാണ്. അപ്പൊ എനിക്കൊരാഗ്രഹം, അതൊന്ന് മുഴുവൻ ചൊല്ലി നോക്കാം. മുഴുവനും ഇങ്ങനെ ചൊല്ലി നോക്കി. നമ്മൾ ചൊല്ലുന്ന ഹദ്ദാദ് അതെന്നെ അല്ലേ മഹാനവർകൾ സ്ഥാപിച്ച ഹദ്ദാദ്? നമ്മളെത്തി ഏതെങ്കിലും ഹറഫിലോ വാക്കിലോ പിഴവുണ്ടോ? ചൊല്ലി നോക്കുമ്പോൾ മുഴുവനും നമ്മൾ ചൊല്ലുന്ന അതേ ഹദ്ദാദ്, അതേ ഫാത്തിഹ എല്ലാം. ആ ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലി തീർന്നെത്തുമ്പോൾ അവിടെ ചുമരിൽ ഒരു പഴയ ചരിത്രം എഴുതി വെച്ചിട്ടുണ്ട്.
എന്താണ് ചരിത്രം? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു എന്തേ ഹദ്ദാദ് രൂപീകരിച്ചത്? എന്തിനാ റാത്തീബ് ക്രോഡീകരിച്ചത്? പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷിയ വിശ്വാസികളായ ആളുകൾ, ഷിയ വിശ്വാസികളായ ബിദ്അഈ പ്രസ്ഥാനക്കാരിലെ ഏറ്റവും ടോപ്പിലുള്ള ആളുകളാണ് ഷിയ വിശ്വാസികൾ. ആ ഷിയ വിശ്വാസികളായ ആളുകൾ അവർ അക്കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങളെ ഈമാൻ തെറ്റിക്കുന്നതിന് വേണ്ടി ഷിയ വിശ്വാസികൾ പ്രവർത്തനം തുടങ്ങി ശക്തിപ്പെട്ടു വരുമ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ആയത്തുകളിൽ നിന്നും ഹദീസുകളിൽ നിന്നും 24 കാരറ്റ് തങ്കമായി തെളിയിക്കപ്പെട്ട ആ ദിക്റുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അക്കാലഘട്ടത്തിൽ ദിക്റിന്റെ ഹൽക്കകൾ സ്ഥാപിച്ചു. ആ ദിക്ർ ഹൽക്കയിലൂടെയാണ് അന്നത്തെ ഷിയാക്കൾക്ക് മറുപടി പറഞ്ഞത്. പ്രസംഗിച്ചിട്ട് മറുപടി പറയുകയല്ല അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ചെയ്തത്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സ്ഥാനപ്പേരെന്താ? ഖുതുബുൽ ഇർഷാദ് എന്ന. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ സ്ഥാനപ്പേരെന്താണ്? ഖുതുബുൽ ഇർഷാദ്. ബഹുമാനപ്പെട്ടവർ വഴിപിഴച്ചു പോയിരിക്കുന്ന ആളുകളെ യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ പാന്താവിലേക്ക് കൊണ്ടുവരുന്നതിന് ബഹുമാനപ്പെട്ടവർ ദിക്റുകൾ സ്ഥാപിച്ചു. ആ ദിക്ർ ഹൽക്കകളിലൂടെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്തി. അങ്ങനെയുള്ള ദിക്ർ ബഹുമാനപ്പെട്ടവർ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, തൗഹീദ് ഉറപ്പിക്കാൻ. തൗഹീദ് ഉറപ്പിച്ചാൽ അടുത്തത് അതിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്ന അല്ലാഹ്ക്ക് ശുക്ർ ചെയ്യുകയാണ്. അല്ലാഹ്ക്ക് നന്ദി, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇനി അങ്ങോട്ട് കടന്നാൽ ദിക്റുകൾ ഇങ്ങനെ പുരോഗമിച്ചതിന്റെ ഓരോന്നും മുഴുവൻ ദിക്റുകളെ പറ്റിയും പറയാനുണ്ട്, സമയമില്ലല്ലോ. അങ്ങനെ നമ്മൾ ആ ദിക്റിലേക്കാണ് കടന്നാൽ അസ്ലഹല്ലാഹു ഉമൂറൽ മുസ്ലിമീന സറഫല്ലാഹു ശർറൽ മുഅ്ദിൻ. ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഓരോ വീട്ടിലിരുന്നുകൊണ്ടും ഉപ്പമാര്, കുട്ടികൾ, മുതഅല്ലിമീങ്ങൾ, ചെറിയവര്, വലിയവര് എല്ലാവരും ലോക മുസ്ലിമീങ്ങൾക്ക് മുഴുവനും പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ ദിക്ർ ഇങ്ങനെ ചൊല്ലി അതിന്റെ അവസാനത്തിലെത്തുമ്പോൾ അവസാനത്തെ ദിക്ർ 4 പ്രാവശ്യം. അവസാനത്തെ ദിക്ർ 4 പ്രാവശ്യം ആയപ്പോ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ മകൻ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, ഉപ്പ, നിങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിക്ർ എല്ലാം 3 പ്രാവശ്യമാണ്, എന്റെ അവസാനത്തത് മാത്രം 4 ആയി? ഏതാ അവസാനത്തത്? അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായാ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായാ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായാ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായാ വനസ്തഗ്ഫിറുല്ലാഹ മിനൽ ഖതായാ. ഉപ്പ, എല്ലാ ദിക്റുകളും 3 പ്രാവശ്യം പഠിപ്പിച്ചപ്പോൾ ഈ ദിക്ർ മാത്രം എന്റെ 4 ആയതുപ്പ എന്ന് മകൻ ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ പറയുകയാണ്, മോനെ, ഞാൻ ഇബ്ലീസിനെ പല സ്ഥലത്ത് വെച്ചും കണ്ടിട്ടുണ്ട്. ഏത് സമയത്ത് പിശാചിനെ കണ്ടാലും ഇബ്ലീസ് വലിയ ടോപ്പിലാണ് എപ്പോഴും ഉണ്ടാകുക. ഇബ്ലീസിനെ കാണുന്ന സമയത്തൊക്കെ ഇബ്ലീസിന്റെ ആ അഹങ്കാരം, ഇബ്ലീസിന്റെ ആ കിബർ, ഇബ്ലീസിന്റെ ആ അഹന്ത, ഇബ്ലീസ് എപ്പോഴും വലിയ ടോപ്പിലാണ് കാണുക. ആ ഇബ്ലീസിനെ ഞാൻ അറഫയിൽ വെച്ച് കണ്ടപ്പോൾ ഇബ്ലീസിനെ വളരെ 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 അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ്, എല്ലാവരും നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ പറഞ്ഞത് 2 വാക്കുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയുകയാണ്, ഇബ്ലീസിനെ ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇബ്ലീസ് വലിയ ടോപ്പ് അഹങ്കാരത്തിലാണ്. അതേ സമയത്ത് അറഫയിൽ വെച്ചുകൊണ്ട് ഞാൻ ഇബ്ലീസിനെ കണ്ടു. അറഫയിൽ വെച്ചുകൊണ്ട് ഇബ്ലീസിനെ കണ്ടപ്പോൾ ഇബ്ലീസ് ഇങ്ങനെ ഉരുകി അങ്ങനെ ഉണ്ടല്ലേ, കരണ്ട് പിടിച്ച മാതിരി ഇബ്ലീസ് ഇങ്ങനെ ഉരുകി വല്ലാതെ. ഇബ്ലീസ് ചത്തുപോകുമോ അത്രയധികം ശക്തി കുറഞ്ഞിട്ടാ ഇബ്ലീസിനെ കാണുന്നത്. എന്റെ ഇബ്ലീസ് ഉരുകിപ്പോയത്? അറഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളും എന്തിനാ വന്നിരിക്കുന്നത്? ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന ആളുകൾ ദോഷം പൊറുപ്പിക്കാൻ. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്,
അല്ലാ പുറത്തു തരണേ, മാപ്പ് തരണേ, വിട്ടുവീഴ്ച തരണേ. അള്ളാഹിനോട് അസ്തഗ്ഫിറുള്ള ചൊല്ലി കരയുകയാണ്. അസ്തഗ്ഫിറുള്ള കേട്ടാൽ ഇബ്ലീസിന് ഉരുക്കം വരും. ബഹുമാനപ്പെട്ട മോനോട് വാപ്പ പറയുകയാണ്, മോനെ, ഒരു മനുഷ്യന് 4 അവസ്ഥയാണുള്ളത്. ഒരു പക്ഷേ മനുഷ്യൻ രാത്രിയിലാവും, അല്ലെങ്കിൽ പകലിലാവും, അല്ലെങ്കിൽ രഹസ്യമായിട്ടാകും, അല്ലെങ്കിൽ പരസ്യമായിട്ടാകും. ഈ 4 അവസ്ഥയിലും രഹസ്യമായിട്ട് തെറ്റുവരാം, പരസ്യമായിട്ട് തെറ്റുവരാം, സ്വകാര്യത്തിൽ തെറ്റുവരാം, രാത്രിയിൽ തെറ്റുവരാം, പകലിൽ തെറ്റുകുറ്റങ്ങൾ വരാം. 4 അവസ്ഥയിലും ഒരു മനുഷ്യന്റെ അടുക്കൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതാത് ദിവസത്തെ പാപം, അതാത് ദിവസത്തെ ദോഷം അന്ന് തന്നെ കഴുകിക്കളയണം. അതാത് ദിവസത്തെ പാപം അന്ന് തന്നെ പുറപ്പിക്കണം. അപ്പൊ ഹദ്ദാദിന്റെ ദിക്ർ അവസാനത്തത് ചൊല്ലുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, രാത്രി ചെയ്ത തെറ്റ് പുറത്തു തരണേ എന്ന നിയ്യത്തോടെ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പകൽ ചെയ്ത ദോഷം പുറത്തു തരണേ എന്ന നിയ്യത്തോടെ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, സ്വകാര്യമായി ചെയ്തതിന് മാപ്പ് തരണേ എന്ന നിയ്യത്തോടെ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ, പരസ്യമായി ചെയ്തതിന് മാപ്പ് തരണേ. രഹസ്യം, പരസ്യം, രാവ്, പകൽ, ഈ 4 അവസ്ഥയാണ് ഒരു മനുഷ്യൻ. 4 അവസ്ഥയിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാത് ദിവസത്തെ തെറ്റ് അന്ന് തന്നെ പൊറുപ്പിക്കുക. അങ്ങനെ ദോഷം പുറത്ത് കഴുകി ശുദ്ധിയാക്കിയിട്ട് പറയണം, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദോഷങ്ങൾ പൊറുക്കപ്പെട്ട രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് മലക്കുൽ മൗത്ത് അസ്റായീൽ റൂഹ് പിടിക്കാൻ വേണ്ടി വരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി 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 500 പ്രാവശ്യം പൂർത്തിയായപ്പോൾ ബഹുമാനപ്പെട്ടവരെ റൂഹ് പിരിഞ്ഞു. വഫാത്തിന്റെ സമയത്ത് 500 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വഫാത്തായ മഹാനാണ് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. ഉലമാഉ അലാ ഫിറാശിൽ മൗത്ത്, മരണശയ്യയിലെ മഹാന്മാർ എന്ന് കിതാബ് തന്നെ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെയുള്ള ഔലിയാക്കളിലൂടെ, അഹ്ലു ബൈത്തിലൂടെ, ശുഹദാക്കളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ, അംബിയാക്കളിലൂടെ അല്ലാഹുവിലേക്ക് എത്തിച്ചേരലല്ലാതെ നമ്മുടെ കയ്യിൽ ഈമാന്റെ സുരക്ഷിതത്വത്തിന് വേറെ വഴി അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സഭയിലും ഈ സ്റ്റേജിലും അഹ്ലു ബൈത്ത് എത്രയാണ്, ഔലിയാക്കൾ എത്രയാണ്, ആരിഫീങ്ങൾ എത്രയാണ്, എത്രായിരം കിലോമീറ്ററൊക്കെ ദൂരെ നിന്ന് യാത്ര ചെയ്തിട്ടാണ് ഈ വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, എന്തുകൊണ്ട്? ഇത് നമ്മുടെ ഈമാനിന്റെ ബന്ധമാണ്, ഇത് നമ്മുടെ ഈമാനിന്റെ സുരക്ഷയാണ്. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ഇഷ്കിൽ ജനിച്ചു. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് അവിടുത്തെ വഫാത്താകുന്നത് 90, പൂർത്തിയായി 91. അത് കമാൽ എന്നാൽ ഇഷ്കിൽ ജനിച്ചിട്ട് അതിന്റെ കമാലിയത്തിൽ വഫാത്തായ മഹാനാണ് മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ. ആ ഖാദിരിയത്തിൽ നിന്നുകൊണ്ട് മഹാന്മാർക്കൊപ്പം നിന്ന് വിജയിക്കാൻ അല്ലാഹ് ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് തൗഫീഖ് തരണേ അല്ലാഹ്. സങ്കടങ്ങളും കണ്ണീരും വിഷമവും പ്രയാസവും അതുമായി വന്നിരിക്കുന്ന ആളുകൾ, എല്ലാ സ്ഥലത്തു നിന്നും വന്ന ആളുകൾ, ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹ്, മുത്ത് റസൂലുള്ളാഹിയുടെ രക്തം, മുത്ത് റസൂലുള്ളാഹിയുടെ രക്തം ശരീരത്തിന്റെ ശിരകളിൽ ഒഴുകുന്നവരാണ് തങ്ങന്മാർ. ആ തങ്ങന്മാർ ഈ വേദിയിൽ ധാരാളം. അതിൽ നേതൃത്വമായി നിൽക്കുന്ന ബായാർ തങ്ങളും പാപ്പ അവിടെ നിന്ന് കൈ ഉയർത്തി നമുക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ആ പ്രതീക്ഷയിലാണ് നാമൊക്കെ വന്നിട്ടുള്ളത്. അല്ലാഹുവേ, ഉപ്പാപ്പാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഈ മഹാന്മാരായ ഈ കൂട്ടായ്മയിൽ ഞങ്ങളെല്ലാം നീ ഒരുമിച്ച് ചേർക്കണേ അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളുമായി രക്തബന്ധം, വിവാഹബന്ധം, അയൽവക്ക ബന്ധം, ഭാര്യ, മക്കൾ, കുടുംബാദികൾ എല്ലാവരെയും ഈ ദുആയിൽ ചേർത്ത് നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد.
ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകൾ, സ്റ്റേജിലിരിക്കുന്ന സാദാത്തുക്കൾ, ഉസ്താദുമാർ, സംഘടനാ സാരഥികൾ, ഉമറാക്കൾ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകളുടെ മഹനീയ നേതൃത്വത്തിൽ അവിടുത്തെ സ്ഥാപനമായ ബായാർ മുജമ്മഉ സഖാഫത്ത് സുന്നയിൽ മാസം തോറും നടന്നു വരുന്ന സ്വലാത്ത് മജ്‌ലിസിലാണ്. സുദീർഘമായി സംസാരിക്കാതെ ബഹുമാന്യരായ നമ്മുടെ നേതൃത്വത്തിന് സന്തോഷങ്ങൾ പറയുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഈ കുഗ്രാമമായ ബായാർ എന്ന പ്രദേശം ഇന്ന് രാജ്യത്തിൻ്റെ അതിരുകൾ കടന്നുകൊണ്ട് ലോകത്തിലെ വിശ്വാസികളുള്ള സ്ഥലത്തൊക്കെയും ബായാർ പരിചയപ്പെടുകയും ബായാർ സ്വലാത്ത് മജ്‌ലിസിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസികൾ ഈ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിനെ ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നോ നമ്മുടെ മഹത്തായ സ്വലാത്ത് മജ്‌ലിസിലേക്ക് മാസം തോറും ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ എല്ലാം കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ മഹത്തുക്കളായ നേതാക്കളെല്ലാം ഈ വേദിയിൽ അഭിസംബോധനം ചെയ്ത് സംസാരിച്ച് പറഞ്ഞതുപോലെ ലോകഗുരു അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ ഭൗതിക ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല. പാരത്രിക ലോകത്തിലും ഹബീബായ തങ്ങളെ കൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ സമൂഹത്തിന് മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഖബൂൽ ചെയ്ത മഹത്തായ മജ്‌ലിസാണ് നമ്മുടെ ബായാർ സ്വലാത്ത് മജ്‌ലിസ് എന്നുള്ളത് ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ ഈ മഹത്തായ സ്ഥാപനം ഏറ്റെടുത്തുകൊണ്ട് പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വൈജ്ഞാനിക മണ്ഡലങ്ങളിൽ തിളങ്ങുന്ന ഒരു സ്ഥാപനമായി ഉയർന്നു വരികയും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക്, ലക്ഷക്കണക്കിന് മനുഷ്യ മക്കൾക്ക് സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സാന്ത്വനത്തിന്റെയും വലിയ സമ്മാനങ്ങളും വലിയ ആശയങ്ങളും ആശകളും നൽകിക്കൊണ്ടാണ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ ഈ മഹത്തായ സ്ഥാപനത്തിനെയും സമൂഹത്തിനെയും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയുന്ന വസ്തുതയാണ്. ഈ കുഗ്രാമമായ ബായാറിലേക്ക് കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും എന്ന് മാത്രമല്ല നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ നിന്നും ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യാന്തരത്തിലുള്ള അതിരുകൾ വിട്ടുകടന്നുകൊണ്ട് പാശ്ചാത്യൻ രാജ്യങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരെ ബായാർ സ്വലാത്തിന്റെ ഒരു ദിവസത്തേക്ക് ലീവ് എടുത്തുകൊണ്ട് സ്വലാത്ത് മജ്‌ലിസിന് ഒരുമിച്ച് കൂടിയ വിശ്വാസികൾ ഈ മഹത്തായ മജ്‌ലിസിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വിളിച്ചോതുന്ന ഒരു യാഥാർത്ഥ്യമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഈ ഭൗതിക ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്ന് വ്യക്തമായത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഈ മഹത്തായ മജ്‌ലിസിലേക്ക് ഇത്രയും ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവിടുത്തെ ഇഖ്ലാസിന്റെയും ഈ മഹത്തായ മജ്‌ലിസിന്റെ ആത്മീയതയുടെയും ഈ പ്രൗഢിയാണ് ഈ മഹത്തായ മജ്‌ലിസ് വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലേക്ക് ഇത്രയും ആദത്തിൽ ഇത്രയും വലിയ ഒരു വിശ്വാസികളുടെ മനസ്സിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ കാരണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ഈ മഹത്തായ മജ്‌ലിസിൽ വന്ന് ഈ സദസ്സിന്റെ ഒരു മൂലയിലിരിക്കുന്ന ഇബ്രാഹിം എന്നൊരു ചെറുപ്പക്കാരനുണ്ടോ, സകലേസ്പുറത്തുകാരനാണ്. ഈ സ്വലാത്ത് മജ്‌ലിസിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചിന്തിക്കുമ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം ഖലീൽ എന്ന് പറയുന്ന ആ സകലേസ്പുറത്തുകാരനായ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഒരു ബൈക്ക് ആക്സിഡന്റിൽ അപകടത്തിൽപ്പെടുകയാണ്. അപകടത്തിൽപ്പെട്ടിട്ട് 2 മാസത്തോളം മംഗലാപുരത്തെ ഹോസ്പിറ്റൽ ICUവിലോ മരിയത്തുപോലെ 2 മാസത്തോളം കടന്ന സമയത്തായിരുന്നു സയ്യിദുനാ തങ്ങൾ ഉസ്താദ് ബാംഗ്ലൂരിലുള്ള സമയത്ത് ഈ വിവരം അറിഞ്ഞ് മംഗലാപുരത്തേക്ക് വന്നപ്പോ അങ്ങനെ ആ ചെറുപ്പക്കാരനെ ഹോസ്പിറ്റലിൽ പോയി സന്ദർശിച്ച
അവനിക്ക് മന്ത്രിച്ചു കൊടുത്തു. അൽഹംദുലില്ലാഹ്, ഇന്നത്തെ മഹത്തായ മജ്ലിസിലേക്ക് ആ രൂപത്തിൽ വൈദ്യലോകം ഒരു ഗ്യാരണ്ടിയും നൽകാതെ ഇബ്രാഹിം ഖലീൽ എന്നുള്ള ആ ചെറുപ്പക്കാരന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ബായാർ സ്വലാത്ത് കാരണമായിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള 100 അനുഭവങ്ങളാണ് വിശ്വാസികൾക്ക് പറയാനുള്ളതെങ്കിൽ ഈ മഹത്തായ ബായാർ സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഇത് വിശ്വാസി മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, അമുസ്ലിമീങ്ങളായ ആയിരക്കണക്കിന് ആളുകൾ ഈ മഹത്തായ മജ്ലിസിൽ നിന്നുണ്ട്. ആസനയിൽ നിന്ന് വീണ്ടും ഒരു 40 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു കുടുംബം നേരത്തെ ഇവിടെ ഉച്ചക്ക് തന്നെ അവര് ആംബുലൻസിൽ രോഗിയെ കൊണ്ടുവന്ന് അവിടുത്തെ കുടുംബം ഈ മജ്ലിസിലുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബക്കാർ ഈ മജ്ലിസിലുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊരു അനുഭവം പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ മംഗലാപുരത്തേക്ക് ബീച്ച് റോഡ് അടുത്ത മംഗലാപുരത്തെ ഒരു സ്ഥാപനത്തിലേക്ക് പരിപാടിയിൽ പോയപ്പോ ആ പരിപാടിയുടെ സ്റ്റേജിലേക്ക് ഒരൈന്ദവ കുടുംബം ചെറിയ പിഞ്ചോമന പൈതലിനെ കൊണ്ടുവന്ന് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾക്ക് കാണിക്കുകയുണ്ടായി. എന്താണ് ഇതിന്റെ പിന്നാമ്പറം എന്നറിയുമോ? ആ ജനിച്ചപ്പോൾ തന്നെ ആ കുട്ടിയുടെ ഹൃദയത്തിലോ തകരാറുണ്ടോ, ഹൃദയത്തിനോ വാൾവിന് തകരാറുണ്ടോ, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി അടിയന്തരമായി നിങ്ങൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്ന് മംഗലാപുരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന സമയത്ത് മഹത്തായ ബായാർ സ്വലാത്ത് മജ്ലിസിന് വരുന്നൊരു കുടുംബത്തിലെ സ്ത്രീ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന മംഗലാപുരത്തെ ഹോസ്പിറ്റലിലോ ആ ഹോസ്പിറ്റലിൽ ആ ഹൈന്ദവരായ കുടുംബത്തിലെ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ, അടിയന്തരമായി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കാൻ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ശരി തന്നെയാണ്. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയുന്നു, ബായാറിൽ വലിയൊരു സ്വലാത്ത്, ഒരു ആത്മീയ മജ്ലിസ് നടക്കുന്നുണ്ടോ, ഞങ്ങളുടെ ഒരു ഗുരു അവിടെയുണ്ട്, അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ആ സ്വലാത്തിലേക്ക് നിങ്ങളൊരു 11 രൂപ നേർച്ച വെച്ചുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് നിങ്ങളെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോവുക എന്ന് ആ ഉമ്മ നിർദ്ദേശിച്ചപ്പോൾ ആ കുടുംബം, ഹൈന്ദവരായ കുടുംബം, എങ്ങനെയെങ്കിലും ഞങ്ങളുടെ പിഞ്ചോമന പൈതലിന്റെ ജീവൻ രക്ഷിക്കണമെന്ന് ആ ചിന്തയിൽ ആ ഉമ്മ പറഞ്ഞതുപോലെ 11 രൂപ ബായാർ സ്വലാത്തിന് നേർച്ചയാക്കിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ കുടുംബം രാത്രി തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ബാംഗ്ലൂരിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ, മംഗലാപുരത്തും എല്ലാ ഡോക്ടർമാരും വിധി എഴുതിയിട്ടുണ്ട്, ഈ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ, ഹൃദയത്തിന്റെ എല്ലാ പ്രവർത്തനവും അത് ക്രിയാത്മകമായി പ്രവർത്തിക്കണമെങ്കിൽ അടിയന്തരമായ ശസ്ത്രക്രിയ അനിവാര്യമാണ്. മംഗലാപുരത്ത് ഒരു ഹോസ്പിറ്റലിലും അതിനനുയോജ്യമായ ഹോസ്പിറ്റലില്ല. ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശാടിസ്ഥാനത്തിൽ അവർ കൊണ്ടുപോയി. ബാംഗ്ലൂരിൽ ഹോസ്പിറ്റലിലെത്തി എല്ലാ പരിശോധനകളും നടത്തുമ്പോൾ മംഗലാപുരത്ത് കൊടുത്ത എല്ലാ റിപ്പോർട്ടുകളും അവരെ കയ്യിലുണ്ട്. ഈ കയ്യിൽ കൊടുത്ത റിപ്പോർട്ടുമായി അവർ എല്ലാ പരിശോധനകളും നടത്തിയിട്ട് ബാംഗ്ലൂരിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ പറഞ്ഞത്, നിങ്ങൾ ഈ കുട്ടിക്ക് ഒരു മരുന്നിന്റെയും ആവശ്യമില്ല, ഈ കുട്ടിയുടെ ഹൃദയത്തിന്റെ വാൾവിനൊരു തകരാറുമില്ല, നിങ്ങൾ മരുന്നില്ലാതെ നാട്ടിലേക്ക് തിരിച്ചുപോയിക്കോ എന്ന് ആ തിരിച്ചയച്ചപ്പോ ഹൈന്ദവരായ കുടുംബക്കാര് നേരെ തിരിച്ചു വന്നിട്ട് ആ ഉമ്മയോട് പറഞ്ഞത്, ഞങ്ങൾക്ക് ആ ഗുരുവിനെ ഒന്ന് കാണണം, ഞങ്ങൾക്ക് ആ നിങ്ങൾ പറയുന്ന ആ വലിയ പ്രാർത്ഥനയുടെ സദസ്സിനെ ഒന്ന് കാണണം, ഞങ്ങൾക്ക് കാണിച്ചു തരണം, ഞങ്ങളെ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്, ഞങ്ങളെ പിഞ്ചോമന പൈതലിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞു സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ അതേ ആ പരിപാടിയിലേക്ക് പോയപ്പോഴായിരുന്നു നമ്മുടെ ഹാഫിദ് മജീദ് സഖാഫിയുടെ സ്ഥാപനത്തിലോ പരിപാടിയിലേക്ക് പോയപ്പോ ആ കുടുംബം ആ കുട്ടിയെ കൊണ്ടുവന്ന് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ കാണിച്ചിരുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, 100 കണക്കിന് അനുഭവങ്ങളാണ് വിശ്വാസി സമൂഹത്തിന് ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിലൂടെ പറയാനുള്ളതെങ്കിൽ ആ വിശ്വാസി സമൂഹത്തിന് മനസ്താന്തരത്തിലുള്ള ആശയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ബായാർ സ്വലാത്ത് മജ്ലിസ്. ഒരുപാട് സ്വലാത്ത് മജ്ലിസുകൾ നടക്കാറുണ്ട്. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകൾ പലപ്പോഴും പറയാറുണ്ട്, അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് സംഘടിപ്പിക്കുന്ന ഏതെല്ലാം സ്വലാത്ത് മജ്ലിസുകളുണ്ടോ ആ സ്വലാത്ത് മജ്ലിസുകളൊക്കെയും അത് അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസാണ്, അതിന് പുണ്യങ്ങളുണ്ട് എന്ന് പറയുന്നതോടൊപ്പം സാധുക്കളായ ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടുകൂടെ പറയാനുള്ളത്, ബായാർ സ്വലാത്ത് മജ്ലിസ് എന്ന് പറയുമ്പോൾ ബഹുമാനരായ കൂറ്റമ്പാറ ഉസ്താദ് അവറുകൾ നേരത്തെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പോ അതേ എല്ലാ വഴിയോരങ്ങളിലേക്ക് കാണുമ്പോൾ, വണ്ടികൾ കാണുമ്പോൾ ഞങ്ങൾ പോകുന്നത് ബായാർ സ്വലാത്തിനാണ്, ഞങ്ങൾ പോകുന്നത് ബായാർ സ്വലാത്തിനാണെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളുടെ വാഹനങ്ങളാണ് ഈ റോഡ് നീളെ കണ്ടതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലോ ബായാർ സ്വലാത്ത് ഇത്രയും
സ്ഥാനം പിടിക്കാനുണ്ടായ കാരണം ഈ സ്വലാത്ത് മജ്‌ലിസിലോ ഒരുപാട് അനുഭവങ്ങളോ ഈ കൂടിയ ആളുകൾക്കൊക്കെയും ഉണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ ചുരുക്കുന്നു. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ എപ്പോഴും പറയാറുണ്ട്, ആത്മീയമായി സമൂഹത്തിനെ സമുദ്ധരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ മഹത്തായ മജ്‌ലിസിലുണ്ട്. സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും മാതൃകയാണ്. മഹത്തുക്കളായ നേതാക്കളുണ്ട്, ഞാൻ അവരെ ഇരുത്തി കൂടുതൽ സംസാരിക്കുന്നില്ല. പറഞ്ഞു വരുന്നത് മഹാന്മാരായ വലിയ വലിയ സൂഫിയാക്കളായ മഹാന്മാർ, ഔലിയാക്കൾ, മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിനെ പോലെ സച്ചരിതരായ മഹത്തുക്കളായ ഔലിയാക്കളുടെ പാരമ്പര്യം, അവർ ചെയ്ത സേവനങ്ങൾ ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് അവർകൾ ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ചരിത്രങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആത്മീയമായി സമൂഹത്തിനെ സമുദ്ധരിച്ചതിന്റെ വഴിത്താരകളെ മുഴുവനും ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ പരമ്പരയിൽ ഒരു കണ്ണിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ പാരിതോഷികമാണ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സാധുക്കളായ നമുക്കെല്ലാവർക്കും ആ നേതൃത്വത്തിന് കീഴിലായി പരിശുദ്ധമായ ദീനിനെ ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ആധുനികതയുടെ എല്ലാ രൂപത്തിലും കുത്തടിഞ്ഞ ജീവിതം നയിച്ചിട്ട്, കുടുംബം കലഹിച്ച്, നാട്ടിൽ കലാപങ്ങൾ ഉണ്ടാക്കി, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുൻനിരയിൽ നിന്ന് കള്ളോടിയന്മാർ, മദ്യപാനികളായി, തോന്നിവാസത്തിന്റെ ആളുകളായി മാറിയ ചെറുപ്പക്കാർക്ക് അവർ കണ്ടെറിഞ്ഞു ബായാർ സ്വലാത്ത് മജ്‌ലിസ്, സയ്യിദുനാ ബായാർ തങ്ങള്. അങ്ങനെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരെ സമീപിച്ചിട്ട് ഈ സ്വലാത്തിന്റെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, അവർ പരിശുദ്ധമായ ദീനിന്റെ, പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരികയും ജീവിതത്തിൽ ഞാൻ കള്ളുകുടിക്കുകയില്ല എന്ന്, ഞാൻ മദ്യപാനിയാവുകയില്ല, ഞാൻ മയക്കുമരുന്നിന്റെ അടിമയാവുകയില്ല, ഞാൻ തോന്നിവാസിയാവുകയില്ല, ഞാൻ ഗുണ്ടാസത്തിൽപ്പെടുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഈ മഹത്തായ ബായാർ മജ്‌ലിസിന്, ഈ സമൂഹത്തിന് സമ്മാനിക്കാനുണ്ട് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വം അല്ലാഹു നമുക്ക് ദീർഘകാലം നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് മഹത്തുക്കളായ ഒരുപാട് നേതാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതോടൊപ്പം ഈ സദസ്സിൽ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഒരുപാട് മരണപ്പെട്ട കുടുംബത്തിന്റെ ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യാൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും, വർഗീയവാദികളാൽ ഈ അടുത്ത് മംഗലാപുരത്ത് വധിക്കപ്പെട്ടു പോയ ബഷീർ കൂളൂർ, അദ്ദേഹത്തിന്റെ പാരിത്രിക ലോകം അല്ലാഹു തആല സന്തോഷിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെയും നമ്മുടെ സ്ഥാപനത്തിനെയും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന കറോപ്പാടിയിലെ ഇബ്രാഹിം സാഹിബ് അവറുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു അവരുടെ പാരിത്രിക ലോകം സന്തോഷത്തിലാക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിനെന്നും സജീവ സാന്നിധ്യവും ബായാർ സ്വലാത്തിൽ എല്ലാ മാസവും ഇടപെടാതെ ഇവിടെ വരികയും ഇടപെടുകയും ചെയ്തിരുന്ന അട്ടഹോളിയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ മുഹമ്മദ് അലി അവർകൾ, അതുപോലെ മരണപ്പെട്ടുപോയ എല്ലാ ആളുകൾക്കും സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവர்கள் പ്രത്യേകമായി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ഗൾഫ് രാഷ്ട്രങ്ങളിലോ വിവിധ രാഷ്ട്രങ്ങളിലോ ഈ സ്വലാത്ത് മജ്‌ലിസിനെ ലൈവായി അത് കാണുകയും ഈ സ്വലാത്ത് മജ്‌ലിസ് ഇവിടെ നടക്കുമ്പോൾ അവിടെ ലൈവായി കണ്ടുകൊണ്ട് ആമീൻ പറയുകയും ചെയ്യുന്ന സ്ഥാപനത്തിനെയും സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരെയും സ്നേഹിക്കുന്ന അനേകായിരം ആളുകൾ ഗൾഫിന്റെ മണലാരുണ്യത്തിലോ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് അവർക്ക് വേണ്ടിയെല്ലാം പ്രത്യേകമായി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർ യുഎഇയിലെത്തിയാൽ, ദുബൈയിലെത്തിയാൽ നിഴലുപോലെ എല്ലാം ഒരു ഖാദിമിനെ പോലെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ അബ്ദുൽ ലത്തീഫ് ഹാജി സന്മാർക്കോ അവർ പ്രത്യേകമായി നേരത്തെ ഒരു വിഷമം പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് അവർ ദുആ ചെയ്യും. അതുപോലെ തന്നെ അഭിമന്യരായ മുനീർ ഹാജി സീലാൻഡിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകളെല്ലാം ഈ മഹത്തായ മജ്‌ലിസ് അവർ ഓൺലൈനിലൂടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടി നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള
UAE-യിലുള്ള, ഖത്തറിലുള്ള, സൗദിയിലുള്ള, ഒമാനിലുള്ള, കുവൈറ്റിലുള്ള, ബഹ്റൈനിലുള്ള എല്ലാ പ്രവർത്തകർക്കും വേണ്ടിയും ഇൻഷാ അല്ലാഹ് സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ പ്രത്യേകമായി ദുആ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ മഹത്തായ വേദിയിലുള്ള എല്ലാ പ്രഗത്ഭരായ നേതാക്കൾക്കും സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകൾ നമുക്ക് മഹത്തായ സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകി നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം നസീഹത്തുകളെല്ലാം പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മഹത്തായ മജ്ലിസിൽ ദീർഘനേരം നമുക്ക് പ്രഭാഷണം നടത്തി തന്ന അഭിവന്യരായ കൂറ്റമ്പാറ ദാരിമി ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ മഹത്തായ വേദിയിലുള്ള പ്രഗത്ഭരായ ആളുകൾ, ബഹുമാന്യരായ PK ഉസ്താദിനെ പോലെയുള്ള, അതുപോലെ തന്നെ SP ഹംസ സഖാഫിയെ പോലെയുള്ള കർണാടക സുന്നി യുവജന സംഘത്തിന്റെ കർണാടക സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബഹുമാന്യരായ റഷീദ് സൈനി കക്കിഞ്ഞ കാമിൽ സഖാഫി ഉസ്താദ് അവരുടെ പോലെയുള്ള, മള്ളൂർ അഷ്റഫ് സാദിയെ പോലെയുള്ള, അതുപോലെ തന്നെ പ്രഗത്ഭരായ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ സാരഥികൾ ബഹുമാന്യരായ പള്ളങ്കോട് ഉസ്താദ് അവர்கள் പറയേണ്ടതില്ല. മഹത്തായ ബായാർ സ്വലാത്ത് മജ്ലിസിനെയും സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവர்களെയും അതിരറ്റ് സ്നേഹിക്കുകയും ഏത് സമയത്തും സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവരുടെ ഏത് വിളിക്കും ഉത്തരം നൽകി സ്ഥാപനത്തിലേക്ക് എത്തുകയും സ്ഥാപനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇടപെടുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട പള്ളങ്കോട് ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ശൈഖുനാ ശറഫുൽ ഉലമാ ഉസ്താദ് അവർകൾ ഈ പറയേണ്ടതില്ല, എല്ലാ മാസവും ഓർമ്മപ്പെടുത്തുന്നത് പോലെ സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവർകളെ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആ സ്നേഹത്തിന്റെ ഭാഗമായി ബായാർ സ്വലാത്ത് മജ്ലിസ് എന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മജ്ലിസാണെന്ന് രേഖപ്പെടുത്തുകയും അതേ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ വരെ ബായാർ സ്വലാത്തിന്റെ ദിവസം വരുമ്പോൾ മാറ്റിവെച്ച സ്ഥാപനത്തിന് വേണ്ടി, സ്ഥാപനത്തിന്റെ മക്കളെ പോറ്റുന്നത് വേണ്ടി ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് പോകുമ്പോൾ സ്വലാത്ത് മജ്ലിസ് വരുമ്പോൾ മാറ്റിവെക്കുന്ന ശൈഖുനാ ശറഫുൽ ഉലമാ ഉസ്താദ് അവർകൾ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വേദിയെ വരൽപ്പ സംസാരത്തിൽ അഭിസംബോധനം ചെയ്യും. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രഗത്ഭരായ ഒരുപാട് സാദാത്തുക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. പേരെടുത്തു പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അഭിവന്ദരായ ഒരുപാട് സാദാത്തുക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ബഹുമാന്യരായ ബായാർ ഉസ്താദ് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട സി ഉസ്താദ് ഉപ്പള അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിന് സ്നേഹിക്കുന്ന സയ്യിദുനാ തങ്ങൾ ഉസ്താദ് അവറുകളെ സ്നേഹിക്കുന്ന ഒരുപാട് മഹത്തുക്കളായ ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ഫാത്തിമ ഗ്രൂപ്പിന്റെ നേതാവ് കൂടിയായ ബഹുമാന്യരായ സുലൈമാനാജി ചാവക്കാട് അവറുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. അതുപോലെ തന്നെ വൈലത്തൂർ മാനുപ്പ ഹാജി അവറുകളെ പോലെയുള്ള ഒരുപാട് സമുന്നതരായ ഉമറാക്കൾ ഈ മഹത്തായ വേദിയിലുണ്ട്. ബഷീർ ഹാജി അതുപോലെയുള്ള ഒരുപാട് ആളുകൾ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം CL അബ്ദുൽ ഹമീദ് സാഹിബിനെ പോലെയുള്ള ഒരുപാട് വിചക്ഷണന്മാർ ഈ മഹത്തായ വേദിയിലുണ്ട്. എല്ലാവർക്കും സ്ഥാപനത്തിന്റെ സന്തോഷങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരുമിച്ചുകൂടി എല്ലാ സഹോദര സഹോദരിമാർക്കും സ്ഥാപനത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിച്ച് സ്ഥാപനത്തിന്റെ ഉയർച്ചയിൽ, സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാകണം. സയ്യിദുനാ തങ്ങൾ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയുണ്ടാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിന്റെ കലണ്ടർ ഇവിടെ വിതരണം നടക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ സ്ഥാപനത്തിൽ നടക്കുന്ന സ്വലാത്ത് അത് കൃത്യമായി രേഖപ്പെടുത്തിയത് നമുക്കൊരു അനൗൺസുകൾ ആവശ്യമില്ല, ഒരു പോസ്റ്ററുകൾ ആവശ്യമില്ലാതെ നമ്മുടെ വീട്ടിൽ തൂക്കിയിട്ടാൽ അതൊരു ബർക്കത്താണെന്ന് കരുതി എല്ലാവരും കലണ്ടർ കൈപറ്റണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം SSF-ന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മന്ദിരം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള കലണ്ടർ ഇവിടെ ഇൻഷാ അല്ലാഹ് സദസ്സിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എല്ലാവരും അത് 100 രൂപ കൊടുത്ത് കൈവറ്റണമെന്ന് ഓർമ്മപ്പെടുത്തിയതുകൊണ്ട് എല്ലാവരും അതുപോലെ തന്നെ മുഹിമ്മാത്തിലെയും അതുപോലെ തന്നെ മദ്ഹറിലെയും ജാമിയ സാരിയിലെയും കലണ്ടറുകൾ നമ്മുടെ സദസ്സിൽ വിതരണം നടക്കുന്നുണ്ടാകും. എല്ലാവരും അത് വാങ്ങി സ്ഥാപനങ്ങളെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം അതുപോലെ തന്നെ നേരത്തെ ഇവിടുത്തെ പ്രകാശനം ചെയ്തവ മുഹിബ്ബീൻ സ്വലാത്തിന്റെ മുഹിബ്ബീൻ ഗ്രൂപ്പിൽ അവർ ഉണ്ടാക്കിയ പുസ്തകം അതിവിടെ വിതരണം നടക്കുന്നുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വാക്കുകൾ ചുരുക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.